എന്താ പറയാ, ആക്ച്വലി ഇതൊരു ഡ്രീം ബിസിനസ് ആണ്. ഇന്നത്തെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ മുഴുവൻ വലിയ വലിയ സ്വപ്നങ്ങളുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടി ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു, എന്തിനു വേണ്ടി ഞാൻ ഈ ബിസിനസ് ചെയ്യണം, എന്താണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന സ്വപ്നങ്ങൾ എന്ന് വ്യക്തമായിട്ട് അതിന് ആ സ്വപ്നങ്ങളെ ഒരു ഗോളാക്കി മാറ്റി ഒരു ഗോൾ സെറ്റിങ്ങിലൂടെ പോകുന്ന ആളുകളായിരിക്കും വലിയ വലിയ വിജയം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അറിയാമല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് യാത്ര പുറപ്പെടുമ്പോഴും എങ്ങോട്ടാണ് ഈ യാത്ര, എന്തിനു വേണ്ടിയാണ്, എപ്പോ എത്താൻ വേണ്ടിയാണ്, എവിടേക്കാണ് എന്ന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ വേണം. ഇല്ല, ഇപ്പൊ ആൾക്കാർ പറയാറുണ്ട് എവിടെ പോകുമ്പോഴും നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പോവാം. പക്ഷെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്താലേ ആ ഗൂഗിൾ മാപ്പിലൂടെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ വ്യക്തമായിട്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ ഉണ്ടാവണം. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്, എന്ത് റീസൺ ആണ്, എന്ത് കാരണമാണ്, അല്ലെങ്കിൽ എന്ത് നേടിയെടുക്കാൻ വേണ്ടി എന്റെ നീഡാണ് എനിക്ക് ഈ ബിസിനസ് ഉള്ളത്. ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അയാൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടേ ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ അയാളുടെ ജീവിതത്തിലെ സന്തോഷം കൂട്ടാൻ, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ എന്തെങ്കിലും സങ്കടം അകറ്റാൻ. അതിനെയാണ് ഡ്രീമിനും പെയിനും എന്നൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ ഒരു സ്വപ്നങ്ങളെ, ഇന്നും പല ആൾക്കാരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അയാൾക്ക് വ്യക്തമായിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഡ്രീം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഡിഫൈൻ ദ ഡ്രീം. ഓക്കെ, ഡ്രീമിനെ പറ്റി പറയുമ്പോൾ ഡിഫൈൻ ആൻഡ് വിഷ്വലൈസ് യുവർ ഡ്രീം എവരി ഡേ. ഈ സ്വപ്നങ്ങൾ എപ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മളിപ്പോ എപ്പോഴും നമുക്ക് പറയാറുണ്ട്, രാവിലെ നമ്മൾ CEP ഒക്കെ ഉണ്ട്, രാവിലെ 5 മണിക്കൊക്കെ മിനിമം എഴുന്നേക്കണം. ജീവിതത്തിൽ വിജയിക്കുന്ന ആൾക്കാരുടെ സമയമാണ് 5 മണി. എഴുന്നേൽക്കുക, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക, ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. അതിൽ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ വിലയേറിയ സ്വപ്നങ്ങൾ, നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിന്റെ ഇന്ധനമായിട്ട് നിൽക്കുന്ന നമ്മുടെ വലിയ വലിയ വിജയങ്ങൾ. എന്താണ് ഡ്രീം എന്ന് പറഞ്ഞാൽ? അത് ശരിക്കും ഒരു ഫ്യൂവലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടേക്ക് എത്തിക്കുന്ന ഒരു ഫ്യൂവലാണ് ഡ്രീം എന്ന് പറഞ്ഞാൽ. ഒരു വിലയേറിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ജീവിത വിജയം, സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് മാത്രമല്ല, ശരിക്കും ഒരു നല്ല ഡ്രീമർ ആണെങ്കിൽ അയാൾക്ക് ഒരു അലാറത്തിന്റെ ഒന്നും ആവശ്യമില്ല. അയാൾ രാവിലെ നല്ല പെട്ടെന്ന് ചാടി എഴുന്നേക്കും. കാരണം എന്താ? അയാൾ ഡ്രീമറാണ്. കിടന്നുറങ്ങാൻ പറ്റാത്ത, കിടന്നുറങ്ങിയാൽ ഉറക്കം വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ എപ്പോഴും കണ്ണിൽ ഈ സ്വപ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, അതിനെ എപ്പോഴും നമുക്ക് കാണാനും പിടിക്കാനും പറ്റും. അപ്പൊ ചെറിയ ചെറിയ തടസ്സങ്ങളെയും ചിലവരുടെ എതിർപ്പുകളെയും പരിഹാസങ്ങളെയും അവഗണനകളെയും നോന്നൊന്നും പറഞ്ഞാലും നമ്മൾ കടന്നു പോകത്തില്ല. കാരണം എന്താ? നമ്മൾ ഡ്രീമർ ആയിരിക്കണം. ആ ഡ്രീം ഒരു പെയിൻഫുൾ ആൻഡ് അൺകോംപ്രമൈസബിൾ ആയിരിക്കണം. അത് വളരെ വേദനാജനകമായിരിക്കണം. അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരാളുടെ മുമ്പിലും അടിയറ വെക്കാത്ത ഒരു ഡ്രീം ആയിരിക്കണം. എന്ത് പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ? സ്വപ്നങ്ങൾ എപ്പോഴും ആക്ച്വലി സന്തോഷം കിട്ടുന്നതല്ലേ എന്നൊരു ചോദ്യം വരും. നല്ലതാണ്, നമുക്ക് എപ്പോഴും നല്ല വീട് വേണം, കാറ് വേണം, വിദേശ യാത്രകൾ പോകണം, കുട്ടികളുടെ ഭാവി സേഫ് ആവണം എന്നൊക്കെ ഉള്ള ഡ്രീമുകൾ നമുക്ക് ഉണ്ടെങ്കിലും ഇത് നേടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ നിമിഷങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെയുള്ള ആളുകളാണ് ഒരു രീതിയിലും ഇത് എന്താ പറയാ കിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ഫിഷ് യാചിക്കുന്ന ആളുകൾക്ക് വേണം, വീട് വേണം, കാറ് വേണം എന്ന് ആഗ്രഹമില്ലേ? പക്ഷെ എന്താ, അതൊരു പെയിൻഫുൾ ആണോ? അയാൾ ഓൾറെഡി പെയിൻഫുൾ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് ചിന്തിച്ചാൽ എന്റെ കുഞ്ഞ് 9ാം ക്ലാസ്സിലാണ്. അടുത്ത വർഷം 10, +1, +2 കഴിയുമ്പോൾ ഒക്കെ വലിയൊരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വിദേശത്ത് MBA പഠിക്കേണ്ട കാര്യം ഉണ്ടാവാം. പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. ലക്ഷങ്ങൾ എനിക്ക് എന്റെ കയ്യിൽ വേണ്ടി വരും. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താണ്? ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ 20 വാർഷികമായി ബന്ധപ്പെട്ടുകൊണ്ട് 20 കോടിയുടെ ഓഫർ തരുമ്പോൾ എന്റെ ടീമിനെ അവിടെ എത്തിച്ചുകൊണ്ട് ഞാൻ വലിയൊരു എമൗണ്ട് ഏൺ ചെയ്ത് എന്റെ ഒരു വരുമാനം 5 ലക്ഷം രൂപ വരുമാനത്തേക്ക് എത്തിച്ചുകൊണ്ട് ഞാനൊരു പണം സമ്പാദിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് 20 വയസ്സാകുമ്പോൾ എനിക്ക് 50 വയസ്സാവും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ നേടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവിതം, ഫ്യൂച്ചർ അവതാളത്തിലാവുന്ന ഒരു ചിന്ത എനിക്ക് ഇപ്പോഴുള്ളത് കൊണ്ടാണ് അതൊരു പെയിൻഫുൾ ഡ്രീം എന്ന് പറയാനുള്ള റീസൺ. അതുകൊണ്ടാണ് എന്റെ ടോപ്പ് പ്രയോറിറ്റി ഈ ബിസിനസ്സായി മാറാനുള്ള കാരണം. ഇന്ന് പല ആൾക്കാരും പല പ്രാവശ്യം പരാജയങ്ങൾ സംഭവിച്ച് ചാടി എഴുന്നിട്ട് ഓടാനുള്ള റീസൺ, അയാളുടെ റീസൺ വളരെ ഡെപ്ത് ഉള്ള പെയിൻഫുൾ ഉള്ളതായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യം, സ്വപ്നങ്ങൾ നല്ലതാണ്, അത് നമ്മൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം എനർജിയും കിട്ടും. പക്ഷെ അത് നേടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിന്റെ പെയിൻ മനസ്സിലാവും. ആ പെയിൻ, ആ തീ അതായിരിക്കണം നമ്മൾ മുമ്പിലേക്ക് നയിക്കുന്ന. അത് ആ തീയെ കെടാതെ എപ്പോഴും ഇങ്ങനെ എരിഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ റൈറ്റ് ഇറ്റ് ഡൗൺ, അത് എഴുതി വെക്കണം. റൈറ്റ് ഡൗൺ. നമ്മുടെ വലിയേറിയ സ്വപ്നങ്ങൾ, ചെറുതും വലുതുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഫാമിലിയുടെ, കുഞ്ഞിന്റെ, നമ്മുടെ പേരൻസിന്റെ, നമ്മുടെ കുട്ടിയുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെക്കണം മൈ ഡിയർ ഫ്രണ്ട്സ്. അതൊരു ഡ്രീം ബുക്ക് വേണം. ഏറ്റവും വലിയൊരു അസറ്റാണ് നമ്മുടെ ഡ്രീം ബുക്ക് വേണം. അതിനകത്ത് എഴുതി വെക്കണം പുതിയ പുതിയ സ്വപ്നങ്ങൾ. ഒരു 6 മാസം കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, 1 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, ഒരു 5 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പർപ്പസ് എന്താണ്?
നമ്മൾക്കൊരു നമ്മുടെ എന്താ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്ക് വീട് വെക്കണം, കാർ വെക്കണം എന്നൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. യെസ് ഓർ നോ? അതെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 100 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം, എന്തായി അറിയപ്പെടണം എന്ന് ചിന്തിക്കുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അത് ഏറ്റവും വലിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സ്വപ്നങ്ങളുടെ എണ്ണം നമ്മൾ നേടിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ സ്വപ്നങ്ങളുടെ രാജകുമാരനായിട്ട് മാറുക, അതുപോലെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് പോകുക. അതുകൊണ്ട് ചെറുതും വലുതായിട്ട് നിൽക്കുന്ന, അതൊരു ചെറിയ മൂക്കുത്തി ആണെങ്കിൽ പോലും, ചെറിയൊരു മിക്സി ആണെങ്കിൽ പോലും, ചെറിയൊരു വാച്ച് ആണെങ്കിൽ പോലും നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ച് അതിന് ഡേറ്റ് ഇട്ട് അത് ഗോളാക്കി മാറ്റണം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ ഡേറ്റ് ഇടുമ്പോഴാണ് ഗോളായിട്ട് മാറുള്ളൂ. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. സ്വപ്നങ്ങൾ ചുമ്മാ കിടന്ന് ഉറങ്ങിയാൽ മതി, പക്ഷെ അത് ലക്ഷ്യങ്ങളാക്കി നേടിയെടുക്കണമെങ്കിൽ അതിന് ഹാർഡ് വർക്ക് വേണം. അപ്പൊ അതുകൊണ്ട് എഴുതി വെക്കണം. അതിന്റെ പിക്ചറൈസ് ചെയ്യണം. മനോഹരമായ കാറ്, അത് ഏത് കാറാണ്, ഏത് കളറാണ്, അല്ലെങ്കിൽ വീടിന്റെ കാര്യങ്ങൾ, അതിന്റെ ഓരോ ബാത്റൂം, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക ലിവിംഗ് റൂം, സെറ്റുകൾ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിള്, നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന്റെ പിക്ചറൈസ് ചെയ്യണം. നമ്മുടെ കുട്ടി വലിയ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അവർ ഡിഗ്രി എടുത്തിട്ട് വരുമ്പോൾ ആ ഒരു ഫോട്ടോ, നമ്മൾ വിദേശ യാത്രകൾ പോവുകയാണെങ്കിൽ അതിന്റെ ഡെസ്റ്റിനേഷന്റെ ഫോട്ടോസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ചു വെക്കണം. അത് നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ പവർഫുൾ ആയ തിങ്. അതിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന് പറ്റിയ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും സാഹചര്യങ്ങളും വ്യക്തികളും നമ്മുടെ മുമ്പിൽ തരും എന്ന് പറയുന്നു. നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഇത് നമ്മൾ പിക്ചറൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് തളർച്ച ഉണ്ടായാലും എന്ത് പരാജയം ഉണ്ടായാലും ഇതൊന്നും നമുക്ക് ബാധിക്കത്തില്ല. അതുപോലെ ക്രിസ്റ്റലൈസ് ചെയ്യണം. ഒരു വ്യക്തത വേണം, ഒരു ക്ലാരിറ്റി വേണം. ഏത് കാറ് വേണം, എനിക്കൊരു കാറ് വേണം എന്നുള്ളതല്ല, എനിക്കൊരു കാറ് വേണം. ഏത് കാറ് വേണം? എനിക്ക് സ്വിഫ്റ്റ് കാറ് വേണം. എന്താണ് അതിന്റെ എമൗണ്ട്? ഫുൾ ഓപ്ഷൻ ഏകദേശം 10 ലക്ഷം രൂപ വില വരും. ഓക്കെ, റൈറ്റ്. ഏത് കളർ വേണം? റെഡ് കളർ വേണം. ഇതിന് എത്ര ഇനിഷ്യൽ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഓക്കെ, ഇത്ര രൂപ, 2 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. മാസം എത്ര അതിന്റെ ഇത് വരും? ഏകദേശം 22,000 രൂപ EMI വരും. ഓക്കെ, ഇതിനൊരു കൃത്യത ഉണ്ടായാലല്ലേ നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റ് കരുതാനും അതനുസരിച്ച് കാർ ഫണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് മേടിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്റ്റലൈസ് ചെയ്യണം. അതിന് ഡേറ്റ് ഇടണം. ഇമോഷണൽ ആയ ഡേറ്റ്. മേ ബി അതൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരിക്കും, അത് ഇമോഷണൽ ഡേറ്റ് അല്ലേ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം, നമ്മുടെ പാർട്ട്ണറുടെ ഒരു മറ്റേ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു ദിവസമായിരിക്കണം. അങ്ങനത്തെ ദിവസമാണെങ്കിൽ നമ്മൾ അത് മേടിക്കണമെങ്കിൽ അതിന്റെ വ്യക്തത ഉണ്ടാകും. അതൊരു വിഷ്വലൈസ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമുക്ക് എപ്പോൾ ഫ്രീ ആയിട്ട് നിന്നാലും, അതിന് രാവിലെ വൈകുന്നേരം എപ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ഈ ടെൻഷൻ അടിക്കണേക്ക് പകരം ഒരു 10 മിനിറ്റ് കിട്ടില്ല, എവിടെയെങ്കിലും ഒരു കിട്ടി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കണ്ണടച്ചതിന് ശ്വാസത്തെ ശ്രദ്ധിച്ച് നമ്മുടെ നല്ല മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുകൂടെ? അതുപോലെ വെർബലൈസ് ചെയ്യണം, പറയണം. ഇത് മിക്ക ആളുകൾക്കും പറയാൻ പേടിയാണ്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് അത് സാധിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നാണക്കേടാവില്ലേ? മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും? ലീവ് ഇറ്റ്. ഒരു ക്യാൻസറസ് വൈറസ് ആണ് മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ അവർക്ക് അവരുടെ വഴിയുണ്ട് അല്ലേ? അവർ ചിന്തിച്ചോട്ടെ, നമ്മളെ പറ്റി ചിന്തിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. അതുകൊണ്ട് വെർബലൈസ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എതിർത്ത, പരാജയപ്പെടുമെന്ന് പറഞ്ഞ ആളുകളോട് പറയണം, ഞാനൊരു ബെൻസ് കാർ മേടിക്കാൻ വേണ്ടി പോവാണ്, ഞാനൊരു BMW കാർ മേടിക്കാം, ഞാനൊരു ഒരു നല്ലൊരു വീട് വെക്കാൻ വേണ്ടി പോവാണ്. മേ ബി ഒരു കളിയാക്കും, ഒരു ബെൻസ്, നമ്മൾ എവിടെയെങ്കിലും വരുന്ന സമയത്ത് ബെൻസ് കാർ എന്നൊക്കെ പറയും. പക്ഷെ അന്നും നമ്മുടെ ഉള്ളിൽ വേണ്ട ചിന്ത ഇതാ, ഒരു ദിവസം വൺ ഡേ അവന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഞാൻ ഈ ബെൻസ് കാർ ചവിട്ടും, എന്റെ ഫാമിലി അവിടെ നിന്ന് ഇറങ്ങും, അന്ന് അയാളുടെ മുഖം അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റണം. അപ്പൊ അത് പറയണം. അതുപോലെ നമ്മൾ കുട്ടികളോട് പറയണം, അടുത്ത വർഷം അച്ഛനൊരു കാറ് മേടിക്കും എന്നായിരിക്കും നമ്മുടെ കുഞ്ഞിനോട് പറയണേ. പക്ഷെ അവര് നാളെ രാവിലെ മുതൽ ചോദിച്ചു കൊടുക്കും, അച്ഛാ എപ്പോഴാ കാറ് മേടിക്കണേ? അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു തളർച്ച ഉണ്ടാവത്തില്ല. നമുക്ക് അപാരം എനർജി ആയിരിക്കും. ഓ, എന്റെ കുഞ്ഞ് അത്രമാത്രം ചോദിക്കുന്നു, അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അന്ന് ചിലപ്പോൾ മടി പിടിച്ചിരിക്കുകയായിരിക്കും, ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയായിരിക്കും. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ കാര്യം. ഇനിയും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ബുക്ക് വേണം. എന്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു ഡ്രീം ബുക്ക് ഉണ്ട്, നിജു സൗമ്യ ശിവഗംഗ എന്ന് പറഞ്ഞ ഡ്രീം ബുക്ക് ഉണ്ട്. അത് ഞങ്ങൾ ആദ്യമായിട്ട് എഴുതി വെച്ച പല സ്വപ്നങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റി. ഇന്ന് എന്റെ വീട്ടിലേക്ക് വന്നാൽ എന്റെ ഡൗൺലൈൻ സൈറ്റിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചറിയാൻ പറ്റും. ഞാൻ നടക്കുന്ന കാറ് 2017 എഴുതി വെച്ചതാണ്. 2019 എനിക്ക് 3 ദിവസം എഴുതി വെച്ച 3 ദിവസം മുമ്പ് വന്നു. ഇന്നും എന്റെ കാർ പോർച്ച് കിടക്കുന്നത് ആ കാറാണ്. എന്റെ വീട്ടിലെ ഓരോ സാധനങ്ങളും, അതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, ചില സമയത്ത് മറിച്ച് നോക്കും അറിയാതെ പോയിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമുക്ക് അതൊക്കെ എഴുതി വെക്കാൻ തയ്യാറാവണം. അത് എഴുതി വെക്കാൻ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ്, ബുക്ക് സീരീസ് ആൻഡ് മീറ്റിംഗ്. ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത് ചിന്തിക്കാൻ വേണ്ടി പറ്റിയ, നമ്മുടെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബുക്ക് CD മീറ്റിംഗ്സ് എന്ന് പറയാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ കീപ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. നമുക്കറിയാം
വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വളരെ സ്വപ്നങ്ങളുള്ള ആൾക്കാരുടെ ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞത്. പല ആൾക്കാരും പല മീറ്റിംഗിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞു തോന്നിട്ടുണ്ട്, സാർ ഏതൊരു മീറ്റിങ്ങിന് പോയാലും എവിടെ പോയാലും അവിടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവും കുറ്റവും കുറവും പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാത്രം ഒരിക്കലും ഇവിടെ വിജയത്തെ പറ്റി സംസാരിക്കുന്നു, മറ്റുള്ള വിജയങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നു, മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഇനിയും ഉയരങ്ങളിലേക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളരെ അത്യാവശ്യമാണ്. എവിടെ നിന്ന് ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക? എന്തെങ്കിലും നല്ലത് കാണാനുള്ള സാഹചര്യം എവിടെ നിന്ന് ഉണ്ടാവുക? നമ്മൾ കാണുന്നതും നമ്മൾ വായിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മളോട് തന്നെ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഒക്കെ മൈൻഡ് സെറ്റ് ആണ് അല്ലെ? നമ്മുടെ അസോസിയേഷൻ ഇതെല്ലാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും നല്ലതാണ് നല്ല ബുക്കുകൾ വായിക്കുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ജീവിതത്തിൽ വലിയ വലിയ വിജയിക്കുന്ന ആളുകളൊക്കെ അവർ ഒരുപാട് റീഡിങ് ഹാബിറ്റ് ഉള്ള ആളുകളാണ്. ഇന്ന് നമുക്കറിയാം യൂത്തനായി ഐക്യനായിട്ട് നിൽക്കുന്ന നമ്മുടെ പൃഥ്വിരാജ് എല്ലാ വന്ന മേഖലയിൽ സിനിമ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മലയാള സിനിമ പൃഥ്വിരാജിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടം വന്നു. പക്ഷെ അയാളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു 12ാം ക്ലാസ്സുകാരനാണ്, പക്ഷെ ഇന്ന് എനിക്ക് പല ലാംഗ്വേജും അറിയാം, ഞാൻ പല മേഖലയിലും ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്റെ സംസാരം കേൾക്കുമ്പോൾ ഓക്സ്ഫോർഡിലാണോ പഠിച്ചതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവുന്നത് എന്റെ അച്ഛനോടാണ്. കാരണം എന്റെ അച്ഛൻ സുകുമാരൻ എന്ന് പറയുന്ന ആക്ടർ ഞങ്ങളെ രണ്ടുപേരെയും ധാരാളം വായിക്കാൻ ശീലിപ്പിച്ചു. ഒരുപാട് ബുക്കുകൾ മേടിച്ചു തരുമായിരുന്നു. അവന്റെ പ്രത്യേകത എന്താണ്? ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും റീഡർ ആയിരിക്കണം, അറിവുകൾ വർദ്ധിക്കണം. എപ്പോഴും ബുക്കുകൾ വായിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ യൂട്യൂബ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വലിയ എന്താ പറയുക, നമുക്ക് ബുക്കുകൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു പവർ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനൊക്കെ നല്ല ആക്ടിവേറ്റഡ് ആവും. അൽസിമേഷനെ പോലെയുള്ള രോഗങ്ങൾ വരാണ്ടിരിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല നല്ല പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡുള്ള ബുക്കുകൾ വായിക്കണം. പ്രത്യേകിച്ച് അതുപോലെ വെൽനസ് റെവല്യൂഷൻ നല്ല ബുക്കാണ്. നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രി വെൽനസ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും വേണ്ട, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന എല്ലാ റൈറ്റപ്പ് ഒന്ന് വായിച്ചാൽ മതി. റിച്ച് ആൻഡ് പ്യൂർ ഡാഡ്, നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റേ പാസീവ് ഇൻകം ആക്റ്റീവ് ഇൻകത്തെ പറ്റി പറയാറില്ലേ? അപ്പൊ അത് എഴുതിയ റോബർട്ട് കിയോസാക്കി ഏറ്റവും നല്ലൊരു ബുക്കാണ്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ആവുന്നു? നമ്മുടെ ചിന്താഗതിയാണ് മോശം. മാജിക് ഓഫ് തിങ്കിങ്, വലുതായിട്ട് ചിന്തിക്കുക. ക്വസ്റ്റ്യൻ ആർ ദ ആൻസേഴ്സ്. ഡയറക്ട് സെല്ലിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ലൊരു ബുക്കാണ്. ചോദ്യങ്ങൾ തന്നെയാണ് ഉത്തരം. അത് മലയാളം വേർഷനൊക്കെ അവൈലബിൾ ആണ്. 7 ഹാബിറ്റ് ഓഫ് ഹൈലി സക്സസ്ഫുൾ പീപ്പിൾ. ഏറ്റവും വിജയിക്കുന്ന ആൾക്കാരുടെ 7 ശീലങ്ങൾ എന്താണ്? പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്താണ്? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിഷ്വലൈസ് ചെയ്യുക, എഴുതി വെക്കുക, വെർബലൈസ് ചെയ്യുക എന്നൊക്കെ പറയാനുള്ള റീസൺ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് പവർ കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് സീക്രട്ട്, രഹസ്യം. റെക്കോർഡുകൾ എഴുതിച്ച ബുക്കുകളൊക്കെയാണ്. ഇതിന്റെയൊക്കെ മലയാളം വേർഷൻ കിട്ടും, ഇംഗ്ലീഷും കിട്ടും. അപ്പൊ നമ്മൾ മടി വിചാരിക്കേണ്ട കാര്യമില്ല, ഇതൊന്ന് വായിക്കുക. അതുപോലെ ഓഡിയോ വീഡിയോ CEP, നല്ല ഓഡിയോ ക്ലിപ്പുകളൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുക. ഏറ്റവും നല്ല നമ്മളൊരു പ്രോഗ്രാംസ് കേൾക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്ത് നമ്മൾ നടക്കാൻ പോകുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ആ ഓഡിയോ കേൾക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സമയം ലാഭിച്ചുകൊണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അതുപോലെ വീഡിയോ, ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്കുണ്ട്. അതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റിയും നമുക്ക് നമ്മുടെ വിജയിച്ച ആളുകളുമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ CEP, വിന്നിംഗ് ടീമിന്റെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ CEP സബ്സ്ക്രൈബ് ചെയ്യണം. 2 ഗുണം. ഇന്നത്തെ വിജയിക്കുന്ന ആളുകളുടെ ജീവിതം എന്താണെന്നും അവരുടെ രീതികൾ എന്താണെന്നും അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ രാഷ്ട്രഭാഷയായ ഹിന്ദിയും കൂടി പഠിക്കാൻ പറ്റും. ഒരു കോഴ്സിനും പോകേണ്ട കാര്യമില്ല. റെഗുലർ ആയിട്ട് ഹിന്ദി കേൾക്കുമ്പോൾ പഠിക്കാം. കാരണം എന്താ, നമുക്ക് വെസ്റ്റേജ് വിന്നിംഗ് ടീമുമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി. ഞാൻ ബേസിക്കലി പെരുമ്പാവൂരായതുകൊണ്ട് പെരുമ്പാവൂർ ഒരു കടയിൽ പോയി സാധനം മേടിക്കണമെങ്കിൽ അപ്പടിയും ഭായിമാരായതുകൊണ്ട് ഹിന്ദി വേണം. ഞാനത് തമാശയായിട്ട് പറഞ്ഞാണ്, പക്ഷേ ഹിന്ദി വളരെ അത്യാവശ്യ ഒരു കാര്യമാണ്. അപ്പോൾ ഓഡിയോ വീഡിയോ CEP ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അറ്റൻഡ് ഓൾ മീറ്റിംഗ്സ് ആൻഡ് സെമിനാർസ്. എല്ലാ മീറ്റിംഗും ട്രെയിനിങ്ങും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. അതുപോലെ എക്സ്പെഷ്യലി CEO വീക്കിലുള്ള മീറ്റിംഗ്, ഈ മിനിമം ഇതൊരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഇതുകൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഇതിനകത്ത് വലിയ വിജയങ്ങൾ വേണമെന്ന് ആഗ്രഹമാണെങ്കിൽ എല്ലാ CEOകളും അറ്റൻഡ് ചെയ്യുക. അവിടെ നമുക്ക് കൂടുതൽ നമുക്ക് ബിസിനസിനെ പറ്റിയും വിജയിച്ച ആളുകളെ പറ്റിയും, അതുപോലെ നമ്മുടെ മൊബൈൽ മേടിക്കുമ്പോൾ റീചാർജ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് നമ്മളെ റീചാർജ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് വീക്ക്ലി CEO. എല്ലാ മീറ്റിംഗ്സും ട്രെയിനിങ്സും, അത് ഫിസിക്കൽ ആയിക്കോട്ടെ, വലിയ മീറ്റിംഗ് ആയിക്കോട്ടെ, ചെറിയ മീറ്റിംഗ് ആയിക്കോട്ടെ, കമ്പനിയുടെ മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിന്റെ മീറ്റിംഗ് ആയിക്കോട്ടെ, ഒരു മീറ്റിംഗും അതിനകത്ത് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. അവൻ്റെ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്ന ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം എത്രമാത്രം നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രമാത്രം വളരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്, പ്രത്യേകിച്ച് വെസ്റ്റേജ് ആൻഡ് വിന്നിംഗ് ടീമിന്റെ കോമ്പിനേഷനുള്ള ഈ ബിസിനസ്. ഓക്കെ, ഓൾവേസ് കണക്ട് വിത്ത് ദി ഗ്രോയിങ് അപ്ലൈൻ. ഏറ്റവും കൂടുതൽ ഒരു പ്ലസന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാനും നല്ല ചിന്താഗതി ഉണ്ടാവാനും ഏറ്റവും നല്ലത് നമ്മുടെ ബിസിനസ്സിൽ നല്ല ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈനുമായിട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ടാവുക. അതുപോലെ വിന്നിംഗ് ടീമിന്റെ ടൂൾസ് ഉപയോഗിക്കുക. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒരാൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. നമ്മളൊരു വിന്നിംഗ് ടീമിന്റെ ടൂൾസ് നമുക്കറിയാം. മലയാളത്തിലുള്ള ഒരുപാട് നല്ല ടൂൾസ് ഉണ്ട്. ഒരു 10 Go Step, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലുണ്ട്.
അതുപോലെ ഇങ്ങനത്തെ ഒരു ബിസിനസ് ഉണ്ടോ, അസാധ്യമായ ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല മനോഹരമായ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് മേടിച്ച് വായിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഇല്ലേ, ബുക്സുകൾ വായിക്കുക എന്നുള്ളത്, ആ ശീലം വരും ചെയ്യും. ഇത് വായിക്കുമ്പോൾ തലയിൽ കിട്ടുകയും ചെയ്യും, മറ്റുള്ളവരോട് സംസാരിക്കും, വീണ്ടും വീണ്ടും നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. അതുകൊണ്ട് വിനിറ്റിന്റെ ടൂൾസ് ഉപയോഗിക്കണം. അതുപോലെ നമ്മളൊരു പ്ലാനൊക്കെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന്റെ സക്സസ് പ്രൊഫൈൽ ഉണ്ട്, വിജയിച്ച ആളുകളുണ്ട്. അങ്ങനെ നമുക്ക് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി കിട്ടുന്നുണ്ടാവും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് 100% പ്രോഡക്റ്റ് യൂസ്. 100% പ്രോഡക്റ്റ് ഉപയോഗിക്കുക. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് ഓറിയന്റഡ് ബിസിനസ് ആയതുകൊണ്ട്, ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ ആ ഒരു ടാബ്ലറ്റുകളും അല്ലെങ്കിൽ കപ്പ് സിറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെയിലിന് വേണ്ടി പോകുമ്പോൾ അത് ഒരിക്കലും ഉപയോഗിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറയേണ്ടതോ സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു കാറ്റലോഗ് കാണിച്ചു കൊടുക്കുക, അതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഐഡിയ മൊബൈലിലൊക്കെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്തും എന്റെ മൊബൈല് BSNLന്റെ സിം ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്റെ വീട്ടിൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ വെസ്റ്റീജ് ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വലിയ ഒരു മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. അത് മാത്രമല്ല, എന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എന്തിനു വേണ്ടി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്, ഒന്നാമത്തെ ഉത്തരവാണ് നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. ഇത്ര നാൾ നമ്മൾ പേസ്റ്റ് മേടിച്ച് ഉപയോഗിച്ചപ്പോഴും അല്ലെങ്കിൽ സോപ്പ് മേടിച്ച് ഉപയോഗിച്ചപ്പോഴും വേറെ ആരെങ്കിലും അവരുടെ സ്വപ്നങ്ങൾ നേടി. പക്ഷെ നമ്മൾ ഇവിടുത്തെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് 100% പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. അതിന് കമ്മിറ്റഡ് ആയിട്ട് മാറണം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ വെസ്റ്റീജിൽ ഉണ്ടെങ്കിൽ അത് 100% നമ്മൾ വെസ്റ്റീജിന് തന്നെ മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അല്ലേ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ആരോഗ്യം, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ആരോഗ്യം, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടെ ആരോഗ്യം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കൽ മാത്രമല്ല, അത് ഷെയർ ചെയ്യണം. മിനിമം ഒരു 10-15 കസ്റ്റമേഴ്സിന് നമുക്ക് വേണം. സ്ഥിരമായിട്ട് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ മേടിച്ച് ഉപയോഗിക്കുന്ന എല്ലാവരും ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നില്ല, പക്ഷെ അവർക്ക് നമുക്ക് പ്രോഡക്റ്റ് ഷെയർ ചെയ്യാം. ഈ പ്രോഡക്റ്റ് ഷെയർ ചെയ്യൽ തന്നെ നമ്മുടെ ബിസിനസിന്റെ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ ഹെൽത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടിയിലോ ഒക്കെ നമുക്ക് ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചിട്ട് നല്ലൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, ധൈര്യമായിട്ട് പറഞ്ഞുകൂടി. അത് സോഷ്യൽ സർവീസും കൂടിയല്ലേ, ശരിക്കും പറഞ്ഞ ഒരു ഡിവൈനിറ്റി അല്ലേ, അത് ശരിക്കും പറഞ്ഞ ഒരു ചാരിറ്റി അല്ലേ. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ച് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് 100% ബിലീഫ് കിട്ടുന്നുണ്ടാവും. കാരണം ഈ ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലേ, ഒരു 10,000 രൂപ 20,000 രൂപയ്ക്ക് ജോലിക്ക് പോകുന്ന ആളുകളോട് അവർക്ക് 50,000 രൂപ 1,00,000 രൂപയ്ക്ക് വരുമാനം ഉണ്ടാക്കാം, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും, അത് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാൻ പറ്റും, ചെയ്യുന്ന ഒരു വരുമാന മാർഗത്തെ ബുദ്ധിമുട്ടിക്കാണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ പറയുമ്പോൾ അവര് അത് ആലോചിക്കട്ടെ. എന്റെ കയ്യിൽ പൈസ ഇല്ല, സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക്, സുഹൃത്തുക്കളെ, അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക്കലി നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എനർജി, നമ്മുടെ വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. അവർ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യം, നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നല്ല പ്രതിരോധ ശേഷിക്ക് നല്ല ആംല നല്ലതാണ്, നെല്ലിക്കയുടെ എസൻസ് ആണ്, നല്ല മൂത്ത നെല്ലിക്ക ഉണക്കി പൊടിച്ച പൊടിയാണെന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ ചോദിക്കുകയാണ് ഇത് ക്യാപ്സൂൾ ആണോ ഇത് ടാബ്ലറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഇതിന്റെ നിറം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അത് ആമല പച്ചയായതുകൊണ്ട് പച്ചയായിരിക്കും എന്ന് പറഞ്ഞ് അവരൊന്നും മേടിച്ച് ഉപയോഗിക്കത്തില്ല. അതിന് നമ്മൾ പറയണം അതൊരു മഞ്ഞയാണെങ്കിൽ അതൊന്നും അതിന്റെ നല്ല ശരിക്കും ഒരു ഉണക്കി പൊടിച്ച ഒരു ആംല നെല്ലിക്കയുടെ സ്മെല്ല് തന്നെയാണ്, അത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മേടിച്ച് ഉപയോഗിച്ചിട്ട് ബിലീഫ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ കൺസിസ്റ്റൻസി. നമ്മളൊരു കോർ ലീഡർ ആണെങ്കിൽ, നമ്മൾ സീരിയസ് പ്ലെയർ ആണെങ്കിൽ, മറ്റേ വിന്നിംഗ് ടീം പറയുന്നത് മിനിമം ഒരു 150 PV, അതായത് ഒരു 5,000 രൂപയുടെ പ്രോഡക്റ്റ് എങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലേക്കും അത്യാവശ്യം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ മേടിക്കുന്നത്. അതിനകത്ത് കൺസിസ്റ്റൻസി ഓഫർ, ഫസ്റ്റ് ബില്ലിംഗ് ഡേ തന്നെ നമ്മുടെ 100 PV കൺസിസ്റ്റന്റ് നമ്മൾ ചെയ്യാം. ഞാനൊക്കെ എല്ലാ മാസം ഇപ്പൊ ഒരു 400 PV ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്തുകൊണ്ടാണ്, എനിക്കൊരു 10-20 കസ്റ്റമേഴ്സ് ഉണ്ട്. അത് വേറെ ആരുമില്ല, എന്റെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ. ഞാൻ ഈ ജംഗ്ഷനിൽ ഒരു കട തുടങ്ങുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആ ഷോപ്പിൽ ഒന്ന് പ്രോഡക്റ്റ് മേടിക്കത്തില്ലേ, അവർക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, MRP കൊടുക്കാൻ പറ്റുള്ളൂ. അവർ വേറെ കടയിൽ പോയി മേടിച്ചാലും ഈ കടയിൽ പോയി മേടിച്ചാലും MRP. അത് മാത്രമല്ല, എനിക്കൊരു ആവശ്യം വന്ന അവരോടല്ലേ ഞാൻ പൈസ കടം ചോദിക്കാനൊക്കെ പോകണം. അതൊന്നും വേണ്ടല്ലോ. അവർക്ക് 50% വരെ ഡിസ്കൗണ്ട് കിട്ടാനൊരു ഓഫർ എന്ന രീതിയിൽ ഇതിന് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഈ പ്രൊഡക്റ്റിന് കൊടുത്തിട്ട് കസ്റ്റമറൊക്കെ നല്ലതല്ലേ, അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇനി വേണമെന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തോളൂ. നിങ്ങൾക്കും 50% ഡിസ്കൗണ്ടിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് മണി ബാക്ക് ഗ്യാരണ്ടിയോട് മേടിച്ച് ഉപയോഗിക്കാനും നിങ്ങളുടെ ആരോഗ്യ സൗന്ദര്യം സംരക്ഷിക്കാനും നിങ്ങളുടെ വിലയേറിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്ന നല്ല കാര്യമല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും വലിയ പ്രത്യേകത, കമ്പനി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ 300 PV ആണ്.
അതിന് പ്രത്യേകിച്ച് നമുക്ക് നല്ല നല്ല പിന്ന് തരുന്നുണ്ട്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അത് 1 മാസം ചെയ്താൽ, 3 മാസം ചെയ്താൽ, 4 മാസം ചെയ്താൽ, 6 അപ്പൊ അങ്ങനെ കമ്പനി ഒരു പ്രൊമോട്ട് ചെയ്യുന്നതിന് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 20 കോടി രൂപയുടെ പൂളിൽ എന്തോ കമ്പനി അത് ഇനി വരുന്ന ഒരു ഓഫറിൽ എന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചെയ്ത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അതിലുപരിയായിട്ട് 3 കൺസിസ്റ്റൻസി ഓഫർ, ഇത് 5ാമത്തെ മാസം നമുക്ക് 3 കൺസിസ്റ്റൻസി വൗച്ചർ കിട്ടത്തില്ലേ? ഇത് കിട്ടുമ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ കുറുക്കുമ്പിനും എല്ലാർജിനൈനും അതുപോലെ നമുക്ക് ഫുഡ് പാച്ചൊക്കെ മേടിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം ഒന്ന് റിഫ്രഷ് ചെയ്തുകൂടെ? അതുപോലെ ഇപ്പോഴത്തെ ഹെൽത്ത് പാക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. വെൽനസ് പാക്ക് 300 PVയുടെ വെൽനസ് പാക്ക് ഇല്ലേ? അത് ഒരെണ്ണം എടുത്ത ഒരാൾക്ക് ഒരു 1200 സ്പോട്ട് കമ്മീഷൻ കിട്ടും. ഇപ്പൊ ആൾക്കാർ പറയാറുണ്ടല്ലോ, മിക്ക ആൾക്കാരും ഫണ്ട് കമ്പനികളിൽ പോകുന്നു, ക്രിപ്റ്റോ കറൻസി പോകുന്നു, ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ അതിന്റെ 10% സ്പോട്ട് കമ്മീഷൻ കിട്ടുമെന്ന് പറയുന്നു. ഇത് 8880 സാധനം മേടിക്കുമ്പോൾ 1200 കിട്ടുക എന്ന് പറയുമ്പോൾ ഇത് വേറെ ഇത്ര സ്പോട്ട് കമ്മീഷൻ കൊടുക്കുന്ന ഏത് കമ്പനിയാണുള്ളത്? അത് അതിന് തുല്യമായ പ്രൊഡക്റ്റും കിട്ടിയിട്ടുണ്ട്, അതിന് മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. 3 കാൽഷ്യം, 3 ഗ്ലൂക്കോസമൈൻ, 3 ഫ്ലാക്സ് ഓയിൽ, 3 നോനി, 2 CMD, 5 ഗാനോ പേസ്റ്റ്. ഇത് കഴിഞ്ഞ ദിവസം രാഹുൽജിയുടെ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്തല്ലേ? ഇത് വളരെ അത്യാവശ്യമല്ലേ? വളരെ അത്യാവശ്യമായ സാധനമല്ലേ? അപ്പൊ അതൊരു പാക്ക് എടുത്താൽ തന്നെ നമുക്കൊരു 16% 864 രൂപ പെർഫോമൻസ് ബോണസ് കിട്ടും. അപ്പൊ ഒരു വെൽനസ് പാക്ക് 300 PVയുടെ എടുക്കുക എന്ന് പറഞ്ഞാൽ 2000 രൂപ കിട്ടി. ഒരു 10 എണ്ണം ഈ മാസം സെയിൽ ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ഇട്ടാൽ അയാളുടെ 2000 രൂപ, അയാളുടെ സ്പോട്ട് കമ്മീഷൻ 12000 രൂപയും അയാളുടെ പെർഫോമൻസ് ബോണസ് ആയിട്ട് ഏകദേശം 8640 രൂപയും കിട്ടും. 20000 രൂപ അത് കിട്ടി. ഇത് കൂടാതെ അയാളുടെ ഡയറക്ട് ബോണസും ടീം ബിൽഡിംഗ് ബോണസും വേറെ. അപ്പൊ വെസ്റ്റിൽ ആരാണ് പൈസ ഇല്ലാന്ന് പറഞ്ഞത്? 8880 രൂപയ്ക്ക് വേറെ ഏത് പ്രോഡക്റ്റ് എടുത്താലാണ് 300 PV കിട്ടുക? അപ്പൊ അതുകൊണ്ട് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുക, ഷെയർ ചെയ്യുക, കസ്റ്റമേഴ്സ് ഉണ്ടാക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാസം നിങ്ങൾക്ക് ഒരു ബ്രോൺസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് 50,000 രൂപ വേണോ? അയാൾക്ക് ഈ മാസം ഒരു 20 വെൽനസ് പാക്കിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഈ വേറെ ഒരു പ്രോഡക്റ്റിലേക്ക് മൂവ് ചെയ്യേണ്ട കാര്യമില്ല, വെൽനസിൽ ഫോക്കസ് ചെയ്യൂ. ആദ്യം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പേരൻസിന് ആ കാൽഷ്യം, ഗ്ലൂക്കോസമിനും നോനിയും അതൊക്കെ കൊടുക്കൂ. CMDയുടെ മിറാക്കിൾ പ്രോഡക്ട്സ് അല്ലേ CMD എന്ന് പറഞ്ഞാൽ? നോനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. നമുക്ക് ഓരോ മാസം വരുന്ന ഓഫേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് 100% പ്രൊഡക്റ്റ് യൂസർ ആയിട്ട് മാറുക. ഓക്കെ, നെക്സ്റ്റ് മേക്ക് എ ലിസ്റ്റ്. ഓക്കെ, നമ്മൾ നല്ല ലക്ഷ്യബോധമുള്ള ഒരാളായിട്ട് മാറി അതിനെ പറ്റി ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള വായനയും അതുപോലെ മീറ്റിംഗ്സും ട്രെയിനിങ്സും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയ, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് എല്ലാ മാസം നമുക്ക് മിനിമം ഒരു 300 PVയിലേക്ക് മൂവ് ചെയ്യാനും കമ്പനിയുടെ ആ സ്പീഡിനനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറായി. 100% സിസ്റ്റം പ്ലെയർ ആയിട്ട് മാറാനുള്ള തയ്യാറായി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യാനുള്ളതാണ് അല്ലേ? ആരാണ് വെസ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്? ആർക്കാണോ അതിശക്തമായ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ ആരാണോ, ഇത് ടീമുള്ള ആരാണോ, അവരാണ് എന്ത് ചെയ്യുന്നത്? നല്ല കാശ് ഉണ്ടാക്കും. ഇത് ജനങ്ങളുടെ ബിസിനസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആരോട് സംസാരിക്കുക? ജനങ്ങളോടാണ് അല്ലേ? നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പീപ്പിൾസ്, വി ഫോക്കസ് ഓൺ പീപ്പിൾ വിൽ ബിൽഡ് ദ ബിസിനസ് എന്നുള്ളതാണ്. അവരാണ് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ കയ്യിൽ ലിസ്റ്റ് വേണം. ഇത് ആരോട് പറയണം? അതിന്റെ ഒരു പ്രത്യേകത ഇതാണത്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് ഇസ് ദ ഫ്യൂവൽ ഫോർ യുവർ ബിസിനസ്. നമ്മുടെ ശരിക്കും പറയാം ബിസിനസിന്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ലിസ്റ്റിന്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത്. ആദ്യം ഡ്രീം ബുക്ക് എന്ന് ഞാൻ പറഞ്ഞു, അതുപോലെ ലിസ്റ്റ് ബുക്ക് വേണം. മിനിമം ഒരു 100 പേരുടെയെങ്കിലും ലിസ്റ്റ് ഉള്ള ഒരു ബുക്ക് വേണം. 1-2 പേരോട് ഒരു പ്ലാൻ പറഞ്ഞിട്ട് അവര് നോ എന്ന് പറയുമ്പോൾ, നടക്കില്ല എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഇനി ഞാൻ ആരോട് പറയും എന്ന് ചിന്തിക്കുമ്പോഴാണ് ആദ്യം നമുക്ക് സത്യമായിട്ട് ഒരു വിഷമം വരിക. ഒരു ഹോം മീറ്റിംഗ് വെക്കുമ്പോൾ 4-3 ആളെ വിളിച്ചിട്ട് അവർ വന്നില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഹോം മീറ്റിംഗ് വെക്കാത്തത്. പക്ഷെ നമ്മുടെ കയ്യിൽ 1-2 പേര് സംസാരിച്ചു, അവർ നോ എന്ന് പറഞ്ഞു, നമ്മുടെ കയ്യിൽ വീണ്ടും ലിസ്റ്റ് ഉണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് എന്തിനു പേടിക്കണം? നെക്സ്റ്റ് വൺ ആ നോ നമ്മൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നെക്സ്റ്റ് വണ്ണിലേക്ക് മാറും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ മിനിമം ഒരു 100 പേരുടെ ലിസ്റ്റുള്ള അത് നമ്മുടെ ഫ്യൂവലാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ഫുൾ ടാങ്ക് ഡീസൽ ഉള്ള ഒരു കാർ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബിലീഫ് എന്താണ്? അതൊരിക്കലും റിസർവ് ആയ ഒരു വാഹനം ഓടിക്കുമ്പോൾ കിട്ടത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫ്യൂവൽ കൂട്ടിക്കൊണ്ടിരിക്കണം. ഈ ലിസ്റ്റ് എന്നും നമ്മളത് ഹാബിറ്റ് ആക്കി മാറ്റണം. അതിൻ്റെ എന്നും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ഒരു ദിവസം 10 മിനിറ്റ് എങ്കിലും ഈ ലിസ്റ്റിൽ പുതിയ ആൾക്കാരെ കാണാനും അല്ലെങ്കിൽ എഴുതി വെക്കാനും നമ്മൾ തയ്യാറാവണം. അതിനാണ് ലിസ്റ്റ് ബുക്ക് വേണം. അതൊരു നല്ലൊരു ബുക്ക്, ഡ്രീം ബുക്കിനെ പോലെ തന്നെ നല്ല ബുക്ക്. ആരെ പരിചയപ്പെട്ടാലോ അവർ ചെയ്യുള്ളൂ, രണ്ടാമത്തെ കയറി. മിക്ക എല്ലാവരും ചോദിക്കാറുണ്ട്, സാറേ നമ്മൾ ഈ ലിസ്റ്റൊക്കെ എഴുതി വെച്ച് അവർ ചെയ്യുമോ? ഉറപ്പില്ല, ചോദിച്ചു നോക്കാമല്ലോ, നമുക്ക് എഴുതി വെക്കാമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഈ ബിസിനസ്സിൽ ആരെയാണ് നമുക്ക് ആവശ്യം? 140 കോടി ജനങ്ങൾ ഇന്ത്യയിൽ. ഇതിന് വല്ല പഞ്ഞുണ്ടോ? ഇല്ല. നമുക്ക് എന്തോരം ഫ്രണ്ട്സ് ഉണ്ട്.
അല്ലേ? അതുപോലെ റിലേറ്റീവ്സ് ഇല്ലേ? നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ വൈഫിന്റെ റിലേറ്റീവ്സ്, നമ്മുടെ സിസ്റ്ററിന്റെ വിവാഹം കഴിച്ചിട്ട് അവിടുത്തെ റിലേറ്റീവ്സ്, നമ്മുടെ കൂട്ടുകാരുടെ ഫ്രണ്ട്സ്, ഇങ്ങനെ എന്തൊക്കെയുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സ് ഇല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ? നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, ട്യൂഷൻ പഠിക്കുന്ന സ്ഥാപനം, നമ്മൾ ഡെയിലി കണക്ട് ചെയ്യുന്ന സ്ഥാപനം, അല്ലെങ്കിൽ ഹോട്ടലുകളായിക്കോട്ടെ, എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കോണ്ടാക്ട്സ്. നമ്മൾ ഇന്നൊരു ടെക്നോളജി യുഗത്തിലാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ എന്തൊരു സോഷ്യൽ മീഡിയ ആയിട്ട് കണക്റ്റഡ് ആണ് ഇല്ലേ? സോഷ്യൽ മീഡിയ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫേസ്ബുക്ക്, വാട്സപ്പ്, അല്ലെങ്കിൽ ഇൻസ്റ്റ, അല്ലെങ്കിൽ ലിങ്ക്ഡ്ഇൻ, അങ്ങനെ എന്തൊക്കെ മാധ്യമങ്ങളാണ്. അതുമാത്രമല്ല, ചില ഗ്രൂപ്പുകളുണ്ട് ഇല്ലേ? തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ ഒക്കെ നായർ സമൂഹം, അല്ലെങ്കിൽ വിശ്വകർമ്മ സമൂഹം, ക്രിസ്ത്യൻ സമൂഹം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അവർ ഒരു ഇതുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ജോലി സാധ്യതകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് നല്ല ഉണ്ടാക്കാം. അതുപോലെ നൈബേഴ്സ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ആക്ച്വലി ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. പക്ഷെ ഞാൻ ഒരുപാട് വാടക വീട് താമസിച്ചപ്പോൾ എനിക്ക് ഞാൻ ഓരോ വീട് മാറിയപ്പോൾ എനിക്ക് പുതിയ നൈബേഴ്സിന് കിട്ടുമായിരുന്നു. ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല ഹീറോ പ്രോഡക്റ്റ് ആയതുകൊണ്ട്, ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ടും, ഞാൻ ഒരു 5 വർഷം മുമ്പ് എവിടെയാണ് താമസിച്ചത്, അവർ ഇപ്പോഴും പ്രോഡക്റ്റ് പഠിച്ച് ഉപയോഗിക്കുന്ന അവർ പലരും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നൈബേഴ്സ് നമുക്കില്ലേ? അതുപോലെ ഡയറക്ടറി. എന്താ ഡയറക്ടറി? പണ്ടൊക്കെ നമുക്ക് ഈ മൊബൈൽ, ഈ ലാൻഡ് ഫോൺ ഒക്കെ ഉള്ള സമയത്ത് ആ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നമുക്ക് വലിയൊരു ഡയറക്ടറി തരുമായിരുന്നു അല്ലെ? ഓരോ സ്ഥാപനത്തിലേക്ക് മറ്റേ കോഡൊക്കെ വെച്ചിട്ടുള്ളത് അല്ലേ? 0471 അങ്ങനെ, അത് തിരുവനന്തപുരമാണ്. 0484 അത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഡയറക്ടറി എന്താണ്? നമ്മുടെ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ. ഈ സ്മാർട്ട് ഫോൺ ശരിക്കും സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പൊ സ്മാർട്ട് ഫോൺ ഡയറക്ടറി അല്ല, എന്റെ എന്തോരം നമ്പറുകളുണ്ട്. മിക്ക ആൾക്കാരും പറയാറുണ്ട്, സാർ എന്റെ ഒരുപാട് നമ്പർ ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് എഴുതി വെക്കണം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഫീസ് അടിച്ച് പോകുമ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രീഷ്യന്റെ പേരുണ്ട്, പക്ഷെ ആ ഇലക്ട്രീഷ്യന്റെ പേര് തപ്പേ കിട്ടത്തില്ല. കാരണം എന്താ? ഇത് ഇലക്ട്രീഷ്യൻ ആണോ സേവ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോ നിജു ഇലക്ട്രീഷ്യൻ ആണോ, അല്ലെങ്കിൽ ആ ഇലക്ട്രീഷ്യന്റെ പേര്, ഇതൊന്നും അറിയത്തില്ല. അപ്പൊ എഴുതി വെക്കണം. അതുപോലെ ഇത്രയൊക്കെ നമുക്ക് ലിസ്റ്റ് ആണെങ്കിൽ, ഇനി ഉള്ളത് മുഴുവൻ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയില് ബാക്കിയുള്ളവർ മുഴുവൻ നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് അല്ലേ? ചില ആൾക്കാർ പറയാറില്ലേ, സാർ ഞാൻ വളരെ ഇന്റർവേറ്റഡ് ആണ്, എനിക്ക് അവരോട് പരിചയപ്പെടാനൊന്നും പറ്റത്തില്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്. ആ ദുഷിച്ച ശീലം കൊണ്ട് നടക്കാനാണോ തീരുമാനം? ഇത് ഏറ്റവും നല്ല കാര്യമല്ലേ? പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി, എന്ത് ചോദിക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ആരെ കണ്ടാലും അവർക്ക് സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം നമുക്ക് ഉണ്ടെന്ന് അറിയാം. നിങ്ങൾ ചെയ്യുന്ന ജോലി ബുദ്ധിമുട്ടിന് എക്സ്ട്രാ ഇൻകം വേണമെന്ന് ചോദിക്കാൻ പറ്റിയ എന്തോരം ആൾക്കാരെ നമ്മുടെ മുമ്പിലുണ്ട്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് വേണമെന്ന് ചോദിക്കാൻ പറ്റിയ എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അല്ലേ? നിങ്ങൾക്കൊരു ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, EMI ഇല്ലാത്ത, കടമില്ലാത്ത രാത്രിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് യാത്രയുടെ ഇഷ്ടമാണോ സുഹൃത്തെ? നല്ലൊരു കാർ വേണോ? നല്ലൊരു വീട് വേണോ? നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ് ഒക്കെ വേണോ? നിങ്ങൾക്ക് ഒരു റിട്ടയർമെന്റ് ലൈഫ് വേണോ? അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഭൂമിയിൽ മനുഷ്യനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. അത് ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ മതി. ചോദിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ലിസ്റ്റ് എഴുതി വെക്കണം. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ലിസ്റ്റ് മസ്റ്റ് ആണ്. മിനിമം ഒരു 100 പേരുടെ ലിസ്റ്റ് ഉള്ള, അത് ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അതിന് ഇന്ന് ഇല്ലാത്തൊരു ശീലം, പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും, നമ്മൾ കണ്ടുമടുത്ത, അല്ലെങ്കിൽ പണ്ടൊക്കെ പോയ പല ആൾക്കാരെയും വീണ്ടും നമ്മൾ ഈ കോവിഡിന് മുമ്പ് കണ്ടിട്ട് നോ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ വിട്ട് കളയല്ലേ. കോവിഡിന് മുമ്പ് അവർക്ക് ആക്ച്വലി അതൊരു വരുമാന മാർഗം ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് അതൊരു ഒരു 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 അഡീഷൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആരോഗ്യ പ്രശ്നം, പക്ഷെ കോവിഡിന് ശേഷം മാറിയിട്ടുണ്ട്. അവർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല വെസ്റ്റേജ് കമ്പനി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രോഡക്റ്റിനെ പറ്റി, അല്ലെങ്കിൽ വെൽനെസിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ റീകളക്ട് ചെയ്യുക, നമ്മൾ നല്ല ലിസ്റ്റ് ഫോമിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ച് എന്ത് ചെയ്യണം? ഇൻവൈറ്റ് ആൻഡ് കോൺടാക്ട്. അവരെ നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കണം, വിളിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. മിക്ക ആളുകൾക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട്. ലിസ്റ്റ് ഒക്കെ എഴുതി വെക്കും, പക്ഷെ ഈ ഫോൺ എടുത്ത് വിളിക്കാൻ ഒരു വലിയ മടിയാണ്. കാരണം ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇൻവിറ്റേഷൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ ശരിക്കും പറഞ്ഞാൽ ഇൻവിറ്റേഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലാണ്ട് കഥ പറയാനുള്ളതല്ല. ഒന്ന് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അയാളെ നമ്മുടെ ബിസിനസ്സിലേക്ക്, അയാളെ കാണാൻ വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക, അയാളുടെ സമയം ചോദിക്കുക. അതിനെയാണ് പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ. അതിനെന്ത് ചെയ്യണം? ആ വ്യക്തി ആരാണ്, എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻസ് ആർ ദ ആൻസേഴ്സ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനകത്ത് പ്രത്യേകത എന്താ? നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി, നമ്മൾ ലിസ്റ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആദ്യം നമ്മൾ ശരിക്കും ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ വിളിക്കുന്നത്. ഇപ്പൊ മനോജ് പാറയിൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് ഗൾഫിലായിരുന്നു. ആള് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആക്ച്വലി ഞാനത് ഒരു സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മനോജ് നാട്ടിലുണ്ടോ? അപ്പൊ പുള്ളി പറഞ്ഞ നാട്ടിലുണ്ട്, ഞാനിപ്പോ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗൾഫ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നല്ല കമ്പനി ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് നിജു. അപ്പൊ ഞാൻ കോൺടാക്ട് നമ്പർ ഒന്ന് ചോദിച്ചപ്പോൾ കോൺടാക്ട് നമ്പർ അയച്ചത്. ഞാൻ ഫേസ്ബുക്കിലാണ് പരിചയപ്പെട്ടത്, കണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആ നമ്പർ ഒന്ന് മേടിച്ചു. ആ നമ്പർ ഒന്ന് മേടിച്ചിട്ട് ഞാൻ എന്റെ വാട്സാപ്പിൽ ഞാനത് കണക്ട് ചെയ്തിട്ട് ഞാൻ നാളെ ഗുഡ് മോർണിംഗ്,
അപ്പൊ ആ സമയത്താണ് മനോജേട്ടന്റെ ഒരു മോളുടെ ബർത്ത്ഡേയുടെ ഒരു ഫോട്ടോ ഇടുന്നത്. അപ്പൊ ഞാൻ നോക്കി ഹാപ്പി ബർത്ത്ഡേ മോളു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, വീണ്ടും സംസാരിക്കുന്നു. അപ്പൊ മനോജേട്ടൻ കുറച്ചുകൂടി ഡീറ്റെയിൽ പറയുന്നു, ആക്ച്വലി നിജു ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് നാട്ടിൽ സെറ്റിൽ ചെയ്യുന്നത് പറയാനുള്ള റീസൺ, ഇപ്പൊ ഞാൻ ഇന്ന സ്ഥലത്താണ്, നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നോക്കണം. പക്ഷെ ഇപ്പൊ എന്ത് നോക്കുമ്പോഴും എല്ലാം പരാജയപ്പെട്ട കഥകൾ കാണണം. ഇപ്പൊ ഈ കഷ്ടപ്പെട്ടുണ്ടായ കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു റിസ്ക് എടുക്കാൻ ഒരു മല്ലാണ്, അതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്രയും കാര്യം എനിക്ക് മനസ്സിലായി അല്ലേ. അയാൾക്ക് എന്തായാലും ഒരു ബിസിനസ് ആവശ്യമാണ്, പക്ഷെ അത് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി സമ്പാദിച്ച് നഷ്ടപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നാട്ടിൽ ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യേണ്ട വളരെ ക്രൂഷ്യൽ സമയമാണ്. അങ്ങനെ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തപ്പോ എന്റെ ലൈഫ് സ്റ്റൈൽ കാണുന്നുണ്ട്. പല പ്രാവശ്യം ചോദിക്കും, മനോജ് ചേട്ടൻ ചോദിക്കാറുണ്ട്, നിജു നീ എന്താ ചെയ്യുന്നത്, നീ ഇപ്പൊ യാത്രകൾക്ക് പോകണം കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഫാമിലിയായിട്ട് തായ്ലൻഡിൽ പോയി, കൂടെ കുറച്ച് ആൾക്കാരെ കണ്ടു, പുതിയ കാറൊക്കെ മേടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. പക്ഷെ ഒന്നും ഞാൻ സംസാരിക്കത്തില്ല. പക്ഷെ അത് യൂസ് ആയിട്ട് ഒരു പ്രോപ്പർ ഇൻവിറ്റേഷൻ ഒരു ദിവസം എടുക്കും. ഒരു ദിവസം രാവിലെ ഞാൻ വിളിക്കും, മനോജേട്ടൻ തിരക്കിലാണോ, അല്ല നിജു പറഞ്ഞോ. മനോജേട്ടാ ഞാനേ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്നോട് പറഞ്ഞില്ലായിരുന്നു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഫാമിലിയായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ ഒരു ബിസിനസ് തുടങ്ങാന്ന് പറയാൻ റിസ്ക് എടുക്കാൻ പറ്റില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം, ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം. ചേട്ടൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിലാണ്. ഇന്ന് ചേട്ടന് ഇപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ. ചേട്ടൻ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക് ഇല്ലാതെ, പരാജയം ഒരു ഓപ്ഷൻ ഇല്ലാത്ത, അന്ന് ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള, ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചേട്ടൻ ചോദിച്ചത്, ഞാൻ യാത്രകൾ പോയതും പുതിയ കാറൊക്കെ മേടിച്ചതും എപ്പോഴും ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എന്റെ വൈഫും ഞാനും കൂടി ജോലി റിസൈൻ ചെയ്ത് ഫാമിലിയായിട്ട് പോകുന്നത്. ഞാൻ നാളെ കോഴിക്കോട് വരുന്നുണ്ട്, എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് അവിടെ ഉണ്ട്, അതിന് വേണ്ടി വരുന്നതാണ്. മനോഹരൻ എനിക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും, ഒരു മണിക്കൂർ സമയം. അപ്പം മനോഹരൻ പറയും, നിജു ഞാൻ നാളെ അവിടെ കോഴിക്കോട് വരികയാണെങ്കിൽ ഹൈലൈറ്റ് മാളിലുണ്ടാവും. മനോഹരൻ അങ്ങനെയല്ല, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് ആണ്, അത് വളരെ സീരിയസ് സംസാരിക്കണം, ഇത് മനോഹരന് കേൾക്കാൻ പറ്റുന്ന, എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണം, സീരിയസ് ആയ ഒരു കാര്യമാണ്. എപ്പോഴാണ് വീട്ടിലുണ്ടാവുക, വൈഫ് ഉണ്ടാവാൻ നല്ലതാണ്, നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു 10,000 രൂപ വേണമെന്ന് പറയുന്ന ആളോട് 1 കോടി രൂപയുടെ കഥയൊന്നും പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഇവർ നല്ലൊരു കാശ്, നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ അയാൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് എനിക്കറിയാം, അത് പരിചയപ്പെട്ടത് മനസ്സിലായതാണ്. ആക്ച്വലി ഞാനത് സ്ഥിരമായിട്ട് രാവിലെ ഞാൻ നടക്കാൻ വേണ്ടി പോകുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആക്ച്വലി രാവിലെ നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ രാവിലെ നടന്നിട്ട് അവിടെ ഒരു ജംഗ്ഷനിൽ ഒരു ടീ ഷോപ്പ് ഉണ്ട്. എല്ലാവരും അവിടെ വന്നിട്ട് രാവിലെ തന്നെ ഒരു ചായ കുടിക്കും, ചുമ വർത്താനമായിട്ടേ വരുള്ളൂ. അപ്പോ അവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ വിത്തൗട്ട് ചായ മതി, പാല് വേണ്ട എന്നാ. അപ്പൊ രാവിലെ നല്ല ചൂടൻ പരിപ്പോട കിട്ടും, നല്ല അടിപൊളിയാണ്, പെരുമ്പോരാണ് കേട്ടോ. അപ്പൊ പരിപ്പോട കിട്ടും. അപ്പൊ ചില ആൾക്കാരും പരിപ്പോട വേണ്ട, എണ്ണയാന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, മധുരം വേണ്ടെന്ന് പറയണമെങ്കിൽ അയാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഡയബറ്റിക്കിന്റെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ പഞ്ചസാര ഒഴിവാക്കേണ്ട അസിഡിറ്റിയോ അല്ലെങ്കിൽ അമിത തടിയോ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും. അയാൾ ഇപ്പോൾ പരിപ്പോട വേണ്ടെന്ന് പറഞ്ഞാൽ, പരിപ്പോട നല്ല ടേസ്റ്റുള്ള സാധനമാണ്, പക്ഷെ എന്താ ചിലപ്പോൾ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടർ അത് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ധൈര്യമായിട്ട് ആ ബന്ധം മുറിക്കൊണ്ട് പറഞ്ഞുകൂടെ, നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് എന്റെ പ്രോസ്പെക്ടിങ് അല്ലേ, ആ രീതിയിൽ അയാളുടെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൂടെ. അതൊരു ബി കോൺഫിഡന്റ്. നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവരെ കോൺഫിഡന്റ് ആയിരിക്കണം. മിക്ക ആളുകൾക്കും ഈ നമ്മുടെ ബിസിനസ്സിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ ഒരു അഭിമാന ക്ഷതമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് അതിശക്തമായ ഒരു കാരണം നമുക്കുണ്ട് അല്ലേ. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ സ്വപ്നങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ, നമ്മൾ ഒരു ആപത്ത് വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ളവർ 1000 രൂപ കടം തരാമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പകരം, നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് 10,000 രൂപ വേണോ, സ്വന്തമായിട്ട് വീട് വേണോ, ഒരു കാറ് വേണോ, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പോകണം. നമ്മൾ എന്തിനാണ് നമ്മളൊരു കോൺഫിഡന്റ് ഇല്ലാണ്ട് നമ്മളെ ബെഗ് ചെയ്യുന്ന അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത്? വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് 20 വർഷത്തെ പാരമ്പര്യമുള്ള ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ, അതല്ലേ ഇതല്ലേ പരാജയപ്പെട്ട കഥകൾ മാത്രം പറയുമ്പോൾ ആളുകൾക്ക് വിശ്വാസമില്ലാത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് അവാർഡ് കിട്ടിയ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് നിൽക്കുന്ന, 20 വർഷ പാരമ്പര്യമുള്ള യൂണിക് ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുന്ന, ആരോഗ്യം സൗന്ദര്യം സംരക്ഷിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി, കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു സ്വന്തം ബിസിനസിനെ പറ്റി സംസാരിക്കുമ്പോൾ വിളിക്കാൻ വേണ്ടി എന്തിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം? അതാണ് കോൺഫിഡൻസ്. ബി പ്രൊഫഷണൽ. അതൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമല്ലേ. മിക്കപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മളുള്ള ചേഞ്ച്, നമ്മൾ അവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ, അത് എന്താ പറയാ, വളരെ എന്താ പറയാ, പ്രൊഫഷണൽ ആയിട്ട് വിളിക്കുക, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. നീ ചേർന്നാൽ അല്ലെങ്കിൽ നീ മേടിച്ചാൽ, പ്രോഡക്റ്റ്, കമ്പനി, ഇതൊന്നും പറയല്ലേ. വെസ്റ്റീജ് കമ്പനി, പ്രോഡക്റ്റ്, പരിപാടി, മീറ്റിംഗ് ഒന്നും പറയല്ലേ. വളരെ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ഇപ്പം സംസാരിക്കുക. ഇന്ന് മറ്റേ ഗവൺമെന്റ് സപ്പോർട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒരു വെൽനെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പ്രൊഫഷണൽ. ബി പേഷ്യന്റ്. നമ്മൾ ഈ ഫോൺ വിളിക്കുമ്പോൾ തന്നെ അയാൾ ജോയിൻ ചെയ്യുക, അയാൾ പ്രോഡക്റ്റ് മേടിക്കുകയോ, അയാൾ എന്ത് ചിന്തിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ പേഷ്യന്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ എന്റർടൈൻ ചെയ്തുകൊണ്ട് പറയാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ മാത്രം പറയൂ. എന്നെ ഈ ബിസിനസ്സിൽ സ്പോൺസർ ചെയ്ത് DCD സുരേഷ് കുമാർ എന്ന് പറയുന്ന സാറാണ്.
സാറ് എന്നെ ഒരു 90 ദിവസം എന്നാകണ്ട് എന്നെ ഈ ശരിക്കും പറഞ്ഞ ഒന്ന് മീറ്റ് ചെയ്യാനും ഈ പ്ലാൻ പറയാനും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ എന്തിനു വേണ്ടി ഇന്ന് പരിചയപ്പെടുന്ന ആളെ ഇന്ന് തന്നെ എനിക്ക് അപ്പോയിന്റ്മെന്റ് തരണം എന്ന് ഞാൻ നിന്നെ വാശി പിടിക്കണ്ടേ? അവിടെ ക്ഷമ കാണിക്കണം. കാരണം ചിലപ്പോൾ മേ ബി അയാൾ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഓടി നടക്കുകയായിരിക്കാം, അയാൾ വേറൊരു ടെൻഷനിലായിരിക്കാം, അയാൾക്ക് ഇതെന്താന്ന് അറിയത്തില്ല. അയാളെ മനസ്സിലാക്കി, അയാളുടെ സാഹചര്യം മനസ്സിലാക്കി, അയാൾ പറയുന്നത് കേട്ട് അതിനൊരു പരിഹാരം, ഒരു സോൾവ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മളിത് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. ബി പ്രൊഫഷണൽ, ബി കോൺഫിഡന്റ്. ഓക്കെ, നെക്സ്റ്റ്, ഷോ ദ പ്ലാൻ. മറ്റുള്ള ആളുകൾക്ക് നമുക്ക് പ്ലാൻ കാണിക്കുക. സേ ദ പ്ലാൻ അല്ല, മൊബൈലിലൂടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. നമ്മൾ ആ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അതിനൊരു സിറ്റുവേഷൻ ഫിക്സ് ചെയ്ത് അതിന് പറ്റിയ രീതിയിൽ നമ്മൾ പ്ലാൻ കാണിച്ചു കൊടുക്കുന്നു. അതായത് ഷോ ദ പ്ലാൻ, സേ ദ പ്ലാൻ അല്ല. നിങ്ങൾ എത്ര വലിയ ഡ്രീമർ ആയിക്കോട്ടെ, എത്ര വലിയ സിസ്റ്റം ബിൽഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ കോർഡിനേറ്റർ ആയിക്കോട്ടെ, എത്ര വലിയ പ്ലീസിംഗ് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, പക്ഷെ ഈ ബിസിനസിന്റെ പ്ലാൻ മറ്റുള്ള ആൾക്കാരോട് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ ദർ ഇസ് നോ യൂസ്. പ്ലാൻ പ്രസന്റ് ചെയ്യണം. നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തിയോട് നമ്മൾ ഈ ബിസിനസ് എന്താണെന്നും ഈ പ്രൊഡക്റ്റ് എന്താണെന്നും പറഞ്ഞു കേൾക്കാനുള്ള സ്കില്ലാണ് ഏറ്റവും വലിയ സ്കിൽ. അതുകൊണ്ട് ഷോ ദ പ്ലാൻ വളരെ ഇമ്പോർട്ടന്റ്. അതെങ്ങനെ കാണിക്കുക? സാധാരണ രീതിയിൽ ഷോ ദ പ്ലാൻ എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ്. ഒന്ന്, ഹോം മീറ്റിംഗ്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റിയ മീറ്റിംഗ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ, പ്രത്യേകിച്ച് വെസ്റ്റേജിൽ ഹോം മീറ്റിംഗ്. ഏറ്റവും കൂടുതൽ ബിലീഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന മീറ്റിംഗ് ഹോം മീറ്റിംഗ് ആണ്. അതുപോലെ ഹോം മീറ്റിംഗ് അതിന്റെ ഒരു വലിയൊരു ബിഗ് സൈസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് ആംഗിളിൽ നമുക്ക് അവരെ കൺവേർട്ട് ചെയ്യാൻ നല്ലതാണ് ഹോം മീറ്റിംഗ്. അതുപോലെ ഒന്നും പറ്റില്ലെങ്കിൽ 1 to 1. കാരണം നമ്മൾ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ യാത്ര ചെയ്ത് പോയി അവിടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു 5 മണിക്കൂർ അതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു 10 പേരോട് സംസാരിക്കാൻ ഒരു ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്താൽ ഈസ്. അതുകൊണ്ട് 1 to 1. അതുപോലെ സൂം മീറ്റിംഗ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടെക്നോളജി യുഗത്തിലാണ്, കമ്പനി 7 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് സൂം മീറ്റിംഗ്, വളരെ സൂം പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിത്ത് ടൂൾസ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇത് എന്ത് ചെയ്താലും വിത്ത് ടൂൾസ്. നമ്മുടെ കയ്യിൽ നല്ല ബാഗ് ഉണ്ടാവണം, കാറ്റലോഗ്സ് ഉണ്ടാവണം, പിന്നെ ഇതിന്റെ ടൂൾസ് ഉണ്ടാവണം, അതുപോലെ ഡെമോ കിറ്റ്സ് ഉണ്ടാവണം. ആ പ്ലാൻ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ആരാണോ അത് അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്ന ആ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാവണം. ആ പ്രൊഡക്റ്റ് അവിടെ ഡെമോ ചെയ്യണം, ആ പ്രൊഡക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. കാരണം നമുക്ക് ഈ പ്ലാൻ കാണിച്ചു കഴിയുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റുകളുടെ പണം കാണിച്ചുകൊണ്ട് കാര്യമുള്ള കാര്യമല്ല. മിക്ക ആൾക്കാരും ഒരുപാട് പ്ലാൻ കാണിക്കുന്നുണ്ട് റിസൾട്ടിന്റെ കാര്യം. നമുക്ക് ആ കടയിൽ ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞാലൊന്നും ബിരിയാണി പോയി കഴിക്കത്തില്ല. ആ ബിരിയാണിയുടെ സ്മെല്ലും കാണിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ ബിരിയാണി പാഴ്സൽ ചെയ്ത് മേടിക്കും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ പ്രൊഡക്റ്റ് കാണിക്കും. നമുക്ക് എന്തായാലും നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് പരിചയമില്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പരിചയമുള്ള വീട്ടിലേക്കാണ് ചെല്ലേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടുകാരന് പ്രിയപ്പെട്ട ഒരാള് ഒന്നെങ്കിൽ നമ്മളായിരിക്കും, നമ്മുടെ കൂടെ വന്ന ആളൊക്കെ ആയിരിക്കും. ഒരു പേസ്റ്റോ അല്ലെങ്കിൽ ഒരു ഷാമ്പൂ, ഒരു സോപ്പും മേടിക്കേണ്ടവര് വിടത്തില്ല. പക്ഷെ ആ ഒരു സാധനം മേടിക്കുമ്പോൾ തന്നെ ഗുണം എന്താണ്? അവരത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ വിശ്വാസ്യത കൂടുന്നുണ്ടാവും, അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊള്ളാമെന്നൊരു ഫീൽ കിട്ടുന്നുണ്ടാവും. അതുപോലെ ഡെമോ കാണിക്കുക. ഒന്ന് ഫ്ലാക്സ് ഓയിലൊക്കെ ഡെമോ കാണിക്കുക. അതുപോലെ നമ്മുടെ അയൺ അല്ലെങ്കിൽ കാൽഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ ക്ലീനർ ഒക്കെ ഒരു ഡെമോ കാണിച്ചാൽ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടാവും. മിനിമം ഒരു കസ്റ്റമറായിട്ട് മിനിമം അവർ എൻട്രി ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഒരു സോൾവ് പ്രോഗ്രാം. നമ്മൾ പോയി സംസാരിക്കുന്ന വീട്ടില് ആ പ്ലാൻ കാണിക്കുമ്പോൾ നമ്മൾ അവരുടെ എന്താണ് പ്രശ്നം. ഒരു കാശുള്ള ഒരാളായിരിക്കാം, പക്ഷെ മേ ബി ഇപ്പോൾ ആരോഗ്യ പ്രശ്നമായിരിക്കാം. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ചിലപ്പോൾ വെൽനെസിനെ പറ്റി ആയിരിക്കാം. ചിലപ്പോൾ ജോലിക്ക് പോയിട്ട് ഒരു വരുമാനത്തിന് ആവശ്യമുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് ബിസിനസിനെ പറ്റിയായിരിക്കും. അപ്പൊ എന്താണോ അവരുടെ പ്രശ്നം, അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ആ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അവരുമായിട്ട് പരിചയപ്പെട്ട് അവരുടെ കാരണങ്ങൾ മനസ്സിലാക്കി പ്ലാൻ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളോ നമ്മുടെ ലീഡറോടോ അവരെ പറ്റി ഒന്ന് പറയണം. ഈ ഇന്ന വ്യക്തി ഇന്നതാണ്, അയാളുടെ പ്രശ്നം ഇതാണ്, അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ മേ ബി ചിലപ്പോൾ നമ്മുടെ ഈ കൂടെ വന്ന ആളത് സംസാരിക്കേണ്ട, അയാളെ സംബന്ധിച്ച് അയാൾക്കും വൈഫിനും ജോലി ഉണ്ടാവും. ഒരു 10,000 രൂപ എക്സ്ട്രാ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നായിരിക്കും കരുതിക്കുന്നത്. അവിടെ പോയിട്ട് സിദ്ധാർത്ഥ് സിംഗിന്റെ 1,18,00,000 കഥ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വിശ്വസിക്കുന്നില്ല. പിന്നെ അയാളെ സംബന്ധിച്ച് നമ്മൾ അയാൾക്ക് സാധാരണ രീതിയിൽ ചിലപ്പോൾ ഒരു കഴുത്തുവേദന, കൈകാൽവേദനയേ ഉള്ളൂ, അതൊരു അസ്ഥി തേയ്മാനമാണ്. അവിടെ പോയിട്ട് നമ്മൾ വലിയ മാരകമായ അസുഖങ്ങൾ മാറും എന്നൊക്കെ പറയേണ്ട കാര്യമില്ല. അയാളുടെ പ്രശ്നം എന്താണോ അതിന് സൊല്യൂഷൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അയാളെ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക, അത് ജോയിൻ ചെയ്യിപ്പിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ കാണിക്കേണ്ടത്. അടുത്ത്, ഗെറ്റ് സ്റ്റാർട്ടഡ്. ബിസിനസ് ആരംഭിക്കണം. ഇത് ആക്ഷനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്ലാൻ കാണിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? അവരെ ബിസിനസ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇസ് ഫോളോ. നമ്മൾ ഒരാൾക്ക് ഒരു പ്ലാൻ കാണിച്ചാൽ ആ വ്യക്തി നമ്മളെ വിളിക്കുമെന്ന് ഒരിക്കലും കരുതൽ സുഹൃത്തെ. ഒരിക്കലും ഒരു പ്രോസ്പെക്റ്റും നമ്മളെ വിളിക്കത്തില്ല. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ ഓഫ് പ്ലാൻ ആണ്. നമ്മളെ പ്ലാന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ അയാൾ പിറ്റേ ദിവസം 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യണം.
നമുക്കറിയാലോ ഇതിന്റെ നെഗറ്റീവ്സ് ഒരുപാട് ഉണ്ടാവും. അയാൾ എന്തായാലും അയാളുടെ വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയൽക്കാരൻ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു ആളെ വീട്ടിൽ വന്നത് അത് എന്താന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവും, അവിടെ നിന്ന് നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടാവും, ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾക്ക് ഒരു പ്ലസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ എന്താണ് തീരുമാനം, എന്താണ്. അതുപോലെ നമ്മൾ വേണ്ടാത്ത ചോദ്യങ്ങളും ചോദിക്കരുത്. നിങ്ങൾക്ക് ഈ ബിസിനസ് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. നമുക്ക് ഇത് ചെയ്യാണ്ടിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ മോട്ടിവേഷൻ എന്താണ്. പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയണം, ഓക്കെ പൈസ ഇല്ല, എനിക്കും പൈസ ഇല്ലായിരുന്നു സുഹൃത്തെ, ഞാൻ ഇങ്ങനെ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് അല്ലേ, ആ ഷോപ്പ് ഒന്ന് മാറി ഒരു മാസം പർച്ചേസ് പാറ്റേൺ ഒന്ന് മാറ്റിയ പോരെ എന്ന രീതിയിൽ പറഞ്ഞ് അയാൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അയാൾ എന്താണോ ആ എൻട്രി ചെയ്യാത്ത ആ കാരണം മനസ്സിലാക്കിക്കൊണ്ട് 24 മണി ആ സ്പോട്ടിൽ തന്നെ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. സ്പോട്ടിൽ തന്നെ ചെയ്ത് അയാളുടെ ഒരു പർച്ചേസ് സ്പോൺസർ ചെയ്യണം. എങ്ങനെ സ്പോൺസർ ചെയ്യണം? അപ്പൊ തന്നെ സ്പോട്ടിലാണെന്നുണ്ടെങ്കിൽ അയാളുടെ ID കാർഡും കാര്യങ്ങളൊക്കെ മേടിക്കുക, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക. അയാളുടെ പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കേണ്ട കാര്യം, അയാളുടെ ചിലപ്പോൾ ആധാർ കാർഡിൽ ചിലപ്പോൾ നിജു KV എന്നായിരിക്കാം, പക്ഷെ മേ ബി ചിലപ്പോൾ ബാങ്കിൽ ചിലപ്പോൾ നിജു K വേലായുധൻ എന്നായിരിക്കാം. ഇത് കറക്റ്റ് ആയിട്ട് ചോദിക്കണം. അതുപോലെ അപ്പൊ തന്നെ അയാൾ പറയും, അയ്യോ ഇങ്ങനെ സംശയിക്കുമ്പോൾ ബാങ്കിന്റെ പാസ്ബുക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ, ചെക്ക് ലീഫ് എടുക്കാൻ വേണ്ടി പറയണം, പാൻ കാർഡിൽ എങ്ങനെയാണെന്ന് ചോദിക്കണം. ഇതൊക്കെ ചോദിക്കും തോറും അയാളുടെ വിശ്വാസത കൂടും. കാരണം എന്താ, ആ ബാങ്കും പാനൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ പൈസ വരാൻ വേണ്ടി ആയിരിക്കുമല്ലോ അല്ലെ. ഇത് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പൈസ ഒന്നും വരില്ല എന്നൊക്കെ ചിന്തിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചോദിക്കുക, ആ പേര് അതുപോലെ തന്നെ നമ്മൾ എൻട്രി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് പർച്ചേസ്. നിങ്ങൾക്ക് സോപ്പ് വേണോ, പേസ്റ്റ് വേണോ, എണ്ണ വേണമെന്നല്ല, നിങ്ങൾ എത്ര രൂപയ്ക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സംബന്ധിച്ച് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഏറ്റവും നല്ലൊരു എൻട്രി ആയിട്ട് കാണുന്നത് 300 PV-യിലാണ്. കമ്പനിയുടെ ഫാസ്റ്റ് ആക്കി 8% ഉണ്ട്. ആക്ച്വലി നമ്മളൊരു 5% സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ പ്ലാനിൽ പറഞ്ഞിരുന്നല്ലോ. 8% എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18,000 രൂപയുടെ ബിസിനസ് എത്തണം. പക്ഷെ നമ്മൾ ജോയിൻ ചെയ്യുന്ന മാസം നമ്മളൊരു ഒരു 10,000 രൂപയുടെ ബിസിനസ് ചെയ്താലും നമ്മൾ ഫാസ്റ്റ് ആക്കി 8% ആവും. അത് മാത്രമല്ല, നമുക്ക് ഈ വെൽനസ് പാക്ക് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ, ഇതൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആണ്. കൺസിസ്റ്റൻസി ഓഫറിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടാവും. അത് ഒറ്റ വില്യം പിടിച്ചാൽ നല്ലതാണ്. അത് മാത്രമല്ല, നമുക്ക് എല്ലാ പ്രോഡക്റ്റും പരിചയപ്പെടാൻ പറ്റും. അത് നല്ലൊരു ഓപ്പണിംഗ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം പറയുന്ന ഒരു 5,000 രൂപയെങ്കിൽ മിനിമം ആണ്. ഒന്നും പറ്റില്ലെങ്കിൽ 100 PV എങ്കിലും. അത് മാത്രമല്ല, ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് അവർക്ക് അറിയത്തില്ല അത് എന്ത് മേടിക്കണം, എങ്ങനെ മേടിക്കണം എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവർക്ക് സമയമില്ലെങ്കിൽ നമ്മൾ മേടിക്കണം. അതിന് നാളെ ആവട്ടെ, നാളത്തെ കഴിഞ്ഞാവട്ടെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് പർച്ചേസ് അത് നിങ്ങൾ ചെയ്തൊന്നല്ല, ചിലപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ആ വ്യക്തിയെ കണക്ട് ചെയ്ത ആ അപ്പോയിന്റ്മെന്റ് എടുത്തുന്ന വ്യക്തി ഇന്നലെ ജോയിൻ ചെയ്ത വ്യക്തിയായിരിക്കും. ആ വ്യക്തിക്കും അറിയത്തില്ല. അപ്പൊ നമ്മൾ അത് സഹായിക്കണം. അത് മറ്റുള്ളവർ ചെയ്യും. അവരുടെ ഒരു അത്ഭുതങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ സപ്പോർട്ട് ചാറ്റ്. എന്താണ് സപ്പോർട്ട് ചാറ്റ്? അയാൾക്ക് നമ്മളില്ലെങ്കിലും, നമ്മൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും, ഈ കമ്പനിയുടെ ഓഫീസ് എവിടെയാണ്, നിയറസ്റ്റ് DLCP എവിടെയാണ്, ഈ പാസ്പോർട്ട് നഷ്ടപ്പെട്ട എങ്ങനെ പാസ്പോർട്ട് ആ ഒരു മിസ്ഡ് പാസ്പോർട്ട് അലർട്ട് എങ്ങനെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ നമ്മുടെ അപ്ലൈന്റെ നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ DUCയുടെ നമ്പറൊക്കെ എന്തിനാ കൊടുക്കണേ? എന്തെങ്കിലും ആവശ്യം സംശയം വരികയാണെങ്കിൽ അയാൾ വിളിച്ച് ചോദിച്ചോട്ടെ. പക്ഷെ പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയില്ല, ആ ലെവലിലുള്ള കാര്യം. അതുപോലെ നമ്മുടെ കമ്പനിയുടെ ASMന്റെ നമ്പർ, അല്ലെ ബ്രാഞ്ച് മാനേജറുടെ നമ്പർ, അയാൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സപ്പോർട്ടിങ് ചാർട്ട് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? ചിലപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന വ്യക്തി 2 ദിവസം കഴിയുമ്പോൾ കാണത്തില്ല, ചിലപ്പോൾ നമുക്കും കെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് ബിസിനസ് താല്പര്യം ഉണ്ടെങ്കിൽ, തിരിച്ചറിവുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളെ കണക്ട് ചെയ്ത്, ചിലപ്പോൾ മേ ബി ആ വ്യക്തി നമ്മുടെ നമ്പർ പോലും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു സപ്പോർട്ടിങ് ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂടെ ഇന്ന് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതാണോ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സപ്പോർട്ടിങ് ചാർട്ട് വേണം. പിന്നെ ആക്ടിവേഷൻ. ഒരാൾ പ്രോഡക്റ്റ് മേടിച്ചാൽ, പൈസ തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ പ്രോഡക്റ്റ് മേടിച്ച് അയാളുടെ വീട്ടിൽ കൊണ്ടുപോകണം. അയാളുടെ ആദ്യ അപ്പോയിന്റ്മെന്റ് എടുത്ത പോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി അത് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കണം. സാർ കണ്ടോ, നമ്മൾ മേടിച്ച 5,000 രൂപയുടെ 10,000 രൂപയുടെ പ്രോഡക്റ്റ് ഇതാണ്, കണ്ടോ ഇതിന്റെ MRP ഇതാണ്, ഇതിന്റെ ഇത്ര രൂപ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി, ഇത്ര പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് സാർ. 300 PV ക്ലബിലേക്ക് വന്നിട്ടുണ്ട് സാർ. ഫാസ്റ്റ് 8% ആയിട്ടുണ്ട്. അടുത്ത മാസം സാറിന് 750 പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും സാറിന്. അടുത്ത മാസം കമ്പനി നല്ല രീതിയിൽ നമ്മുടെ ബ്രാഞ്ച് ഓഫീസിൽ ചാമ്പ്യൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും സാറിന്. മറ്റേ ഫാസ്റ്റ് 8% പിന്നിട്ടുണ്ടാവും സാറിന്. 300 PVയുടെ പിന്നെ കിട്ടുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ ലീഡേഴ്സിന്റെ വലിയൊരു റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ടാവും സാർ. അപ്പൊ വീട്ടിലുള്ള ചിലപ്പോ വീട്ടമ്മ ഒരു ചായ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യം, വേണ്ട ഇവിടുത്തെ ചായപ്പൊടി എടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ ചായപ്പൊടി എടുത്ത് ചായ തിളപ്പിക്കാന്ന് പറയണം. അപ്പൊ അവരോട് പ്രത്യേകിച്ച് പറയണം, സാധാരണ വെള്ളം അടപ്പത്ത് വെച്ചിട്ട് ചായപ്പൊടി നിറയെടുക്കലല്ല, നമ്മുടെ ഒറിജിനൽ ഇലയാണ്. അത് ഇട്ട് വേവിച്ചെടുക്കണം. പക്ഷെ വേസ്റ്റ് കളയേണ്ടതില്ല, അത് രണ്ടാമത് റീയൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/4 കിലോന്റെ മേടിക്കുമ്പോൾ അത് 2-3 പ്രാവശ്യം റീയൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 3/4 കിലോന്റെ ഗുണം കിട്ടും. അപ്പൊ വലിയ റേറ്റ് അല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രോട്ടീൻ പൗഡർ കുടിക്കത്തില്ല, നമ്മൾ കലക്കി കുടിപ്പിക്കണം. അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കണം. പിന്നെ ചോദിക്കേണ്ട ചോദ്യം, സാർ പ്രോഡക്റ്റ് ഒക്കെ നല്ലതെന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സാർ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്താണ് സാറിന് ഈ ബിസിനസ് കേട്ടപ്പോൾ തോന്നിയത്? സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യം?
സാറിന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയ കാര്യം എന്താണ്? സാറിന് ഏറ്റവും വലിയ ഡ്രീം എന്താണ്? സാറിന് എന്താണ് പെട്ടെന്ന് നേടിയെടുക്കണം ആഗ്രഹിക്കുന്ന കാര്യം? സാർ പറയും, പണ്ട് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പൊ എന്റെ കുഞ്ഞിപ്പോ +2-ലാണ്, അവളെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഒന്ന് എത്തിക്കണം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ സാർ, നമുക്കെന്താ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫീസ് ഹോം മീറ്റിംഗ്, അയാളുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യണം. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഹോം മീറ്റിംഗ് നടന്ന ലിസ്റ്റ് എഴുതാൻ അയാൾക്ക് അറിയോ? ആ ലിസ്റ്റ് എഴുതാൻ നമ്മൾ കൂടെ നിൽക്കണം. അതാണ് ആക്ടിവേഷൻ. അയാൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അറിയോ? ഇല്ല, അറിയത്തില്ല. അത് നമ്മൾ പഠിപ്പിക്കണം. ഹോം മീറ്റിംഗ് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് അറിയോ? അറിയത്തില്ല. അത് നമ്മൾ പഠിപ്പിക്കണം. അതിനെയാണ് ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ഒരു ഹോം മീറ്റിംഗ് നടക്കുന്നുണ്ടാവും. പിന്നെ ഈ ഹോം മീറ്റിംഗ് വെക്കുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വരൂ, ഈ സാറ് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ സാറ് വരുമ്പോൾ ആൾക്കാരൊക്കെ വരും എന്നുള്ളതാണ്. അതിന് ടെൻഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേറെ ടീമുകളില്ലേ, വേറെ ലെഗുകളില്ലേ? അപ്പൊ നമ്മൾ എന്തായാലും ഹോം മീറ്റിംഗ് ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ അയാളുടെ ആൾ കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ അതർ ലെഗിലുള്ള ആൾക്കാരെ, വേറെ ടീമിലുള്ള ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ വേറെ കുറച്ച് ആൾക്കാർ വരുമ്പോൾ ഇയാളുടെ ആൾ വന്നില്ലെങ്കിൽ ഈ കാര്യം നടക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും. വീണ്ടും നമ്മൾ ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ? അതുപോലെ റൈറ്റ് സ്ട്രക്ചർ. അയാൾക്ക് അറിയില്ല അത് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതിനാണ് വിന്നിംഗ് ടീമിന്റെ കോർ ഗോഗേറ്റ്. നമുക്കറിയില്ല, മിനിമം ഒരു 6 പേരെങ്കിലും നമുക്ക് ഒന്ന് സ്ട്രക്ചർ ചെയ്യണം. ഒരു ഹോം മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ഫസ്റ്റ് ലെയർ കസ്റ്റമേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ ഹോം മീറ്റിംഗ് കുറച്ച് ജോയിനിങ് വരുന്നുണ്ടാവും. അവരെ നമ്മൾ വീക്കിലി സിഇഒയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും, സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു 6 ലെഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ആക്ടിവേഷനും ഒരു റൈറ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ശരിക്കും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഓക്കെ. ദെൻ കൗൺസിലിംഗ് വിത്ത് അപ്ലൈ. അതായത് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു, ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ബിസിനസ് പോകത്തില്ല. കാരണം നമുക്കെല്ലാം 1-2 പ്രാവശ്യം കിട്ടപ്പോൾ ഇതെല്ലാം ഞാൻ പഠിച്ചു, ഞാൻ ചെയ്യണമെന്ന് ശരിയാന്ന രീതിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു അപ്ലൈനുമായിട്ടുള്ള കൗൺസിലിംഗ്, കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അതിനെയാണ് കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന, ഗ്രോയിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അപ്ലൈനുമായിട്ട് നല്ല നല്ല കൗൺസിലിംഗിലും കമ്മ്യൂണിക്കേഷനും വളരെ അത്യാവശ്യമാണ്. ഐഡന്റിഫൈ യുവർ മെന്റർ. മെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബിസിനസ്സിൽ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് കോച്ച് എന്നൊക്കെ പറയത്തില്ലേ, സച്ചിന് ഒരു മെന്റർ ഇല്ലേ? മമ്മൂട്ടിക്ക് ഡയറക്ടർ ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ബിസിനസ്സിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ വിജയം നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന, നമ്മൾ നേർനിരക്കി നിർത്താൻ പറ്റുന്ന ഒരു മെന്റർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈന്റ് ആണ് നമ്മൾ മെന്ററായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മെന്റർ നമുക്ക് മസ്റ്റ് ആണ്. ഒരു നല്ലൊരു അപ്ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അത് എത്താൻ പറ്റില്ല. നമ്മൾ മോണിറ്റർ ചെയ്യപ്പെടേണ്ടത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ചോദിക്കാനും, നമുക്ക് ചില കൺഫ്യൂഷൻസ് വരുമ്പോൾ ക്ലിയർ ചെയ്യാനും, നമ്മുടെ വികാര വിചാരങ്ങൾ, അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയുക, ചില സമയത്തൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഞങ്ങൾ ഇട്ടിട്ട് പോയാലോ, രണ്ടുപേരും നോ പറയുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് പറയും അതൊക്കെ സ്വാഭാവികമാണ്, അവർ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അവർ അച്ചീവ് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈ. ഇതുപോലെയുള്ള വഴികൾ കടന്നു വന്നിട്ടുള്ള, അതിലൂടെ വലിയ വിജയം കൊതിട്ടുള്ള നമുക്കൊരു ആളെ നമുക്ക് മെന്ററായിട്ട് വെക്കണം. കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ലീഡർഷിപ്പ് ആൻഡ് ഗ്രോത്ത്. രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് കോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മെന്ററേയും നമ്മുടെ ആക്റ്റീവ് അപ്ലൈ ചെയ്യും. ചിലപ്പോൾ മേ ബി നമ്മുടെ സ്പോൺസർ ആയിരിക്കും നമ്മുടെ മെന്റർ തന്നെ. ചിലപ്പോൾ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മെന്ററായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഗൈഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ ആക്റ്റീവ് അപ്ലൈനും മെന്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മോർണിംഗ് കോൾ, റിപ്പോർട്ടിംഗ് കോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഥ പറയാന്നുള്ളതല്ല കേട്ടോ. ജസ്റ്റ് വിളിച്ച് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് സാർ എന്ത് ചെയ്യുന്നു, സാർ കുളിച്ചോ, അല്ലെങ്കിൽ സാറ് ചായ കുടിച്ചോ, സാറിന് സുഖമില്ലേ, കുഞ്ഞു സ്കൂളിൽ പോയോ, ഇതൊന്നുമല്ല. നമ്മൾ ഈ ബിസിനസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പൊ എന്ത് ചെയ്യണ്ടേ? നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ അപ്ലൈ നമ്മളോട് പറയുന്നുണ്ടാവും, നമ്മുടെ ടാർഗറ്റ് അറിയാലോ, ഇന്നിപ്പോ 10-ാം തീയതിയാണ്, കൺസിസ്റ്റൻസി ഓഫർ 14-ാം തീയതി വരെ ഉള്ളൂ. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി പ്രൊമോട്ട് ചെയ്യണം. റീപർച്ചേസ് ഓഫറിന് സമയമാണ്, വെൽനസ് പാക്ക് പ്രൊമോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇന്ന് എവിടെ ആ മീറ്റിംഗ്, ഇന്ന് തിരുവല്ല മീറ്റിംഗിലുണ്ട്, അവിടെ നമ്മുടെ ലീഡേഴ്സിനെ കണക്ട് ചെയ്യണം. തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാത്രി സൂം മീറ്റിംഗ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ റിമെമ്പർ ചെയ്യുന്നുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ മറന്നിരിക്കുന്ന കാര്യമായിരിക്കും. നമ്മുടെ താഴെ എന്ത് ചെയ്യണം, നമ്മളത് അങ്ങനെ തന്നെ അപ്ലൈനും ഡൗൺലൈനെ വിളിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്കൊരു എക്സൈറ്റ്മെന്റ്, നോളജ്, ഹോപ്പ്, അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാ മാസം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കൗൺസിലിംഗ് നമ്മൾ ഈ മാസം പ്ലാൻ ചെയ്യണം, ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. ഇത് കറക്റ്റ് ആയിട്ട് അവിടെ പോണേ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ചെക്കും കൂടി വളരെ അത്യാവശ്യമാണ് നമ്മുടെ ആക്റ്റീവ് അപ്ലൈനും മെന്ററുമായിട്ട്. എന്തുകൊണ്ടാണ്? ഇത് മിക്ക ആൾക്കാർക്കും തുടങ്ങുമ്പോൾ അറിയാം, എനിക്ക് ഈ മാസം ഒരു 10,000 PV വേണം, ഇന്ന പൊസിഷൻ ക്വാളിഫൈ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ 2 ലെഗിന്ന് 1 ലെഗിന്ന് LOB വേണം, ഇന്ന ലെഗിന്ന് ഇത് വേണം, ബാക്കിയെല്ലാ ലെഗിന്നും കൂടി എനിക്ക് സൈഡ് ഓളിയും വേണമെന്ന് അറിയാലോ. ഇതാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സിങ്.
പക്ഷെ മിക്ക ആൾക്കാർക്ക് ഈ അവസാനം 28-ാം തീയതി ആകുമ്പോഴാണ് ഈ ബോധോദയം ഉണ്ടാവണേ. ലാസ്റ്റ് മൊമെന്റ് വണ്ടേഴ്സ് ആണ്, അങ്ങ് ഓടി നടക്കുകയാണ്. അത് ശരിയായാലും സാറേ, ഇത് ശരിയായാലും സാറേ. അപ്പൊ ഈ റെഗുലർ കമ്മ്യൂണിക്കേഷനും നമ്മുടെ പ്രോഗ്രസും നമ്മുടെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യപ്പെട്ടാൽ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയെങ്കിലും അവസാന ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓടി നടക്കാനുള്ള ദിവസമല്ല. അവസാന ദിവസം റിലാക്സ് ചെയ്ത് ആ DLCയിലൊക്കെ പോയിരുന്ന ആ സെയിൽ ക്ലോസ് ചെയ്ത് അടുത്തുള്ള മാസം ഒരു തിങ്കിങ് ഡേ ആക്കി മാറ്റി അടുത്തൊരു മാസം വലിയ രീതിയിൽ പ്ലാൻ ചെയ്യേണ്ട ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ടാർഗറ്റ് വേണം, ഗോൾ വേണം. ഇന്ന് 10-ാം തീയതിയാണ്, 20 ദിവസമുള്ളൂ. ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഈ മാസം നമ്മുടെ അപ്ലൈൻ ഞാനിപ്പോ പൊതുവെ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഏറ്റവും വലിയ ചിന്തയുടെ കാര്യം ഈ മാസം നമ്മുടെ B20 എൻട്രി ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. കഴിഞ്ഞ മാസം ക്വാളിഫൈ ചെയ്ത് റീക്വാളിഫൈ ചെയ്യുക, നമ്മുടെ ടീമിനെ പുതിയ ആൾക്കാർ ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ട് വലിയ ഹ്യൂജ് ബിസിനസ് ക്വാളിഫൈ ചെയ്യുക. ഓക്കെ. ദെൻ അക്കൗണ്ടബിലിറ്റി. ഇത് പേഴ്സണൽ ഡെവലപ്മെന്റ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കണക്ക് കൂട്ടുക എന്നല്ല, അല്ലെ? ഉത്തരവാദിത്വം, അല്ലെ? അക്കൗണ്ടബിൾ ആവുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക. എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം എന്ന് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ. ഏറ്റവും വലിയ പ്രത്യേകത ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓണർഷിപ്പ്. ഇത് ആരുടെ ബിസിനസ് ആണ്? ഇത് നമ്മുടെ ബിസിനസ് ആണ്, അല്ലേ? ഇത് അതുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, ഓണർഷിപ്പ് നമ്മുടെ ആയിരിക്കണം. അതുപോലെ കീപ് ഇന്റഗ്രിറ്റി ആൻഡ് പഞ്ച്വാലിറ്റി. വാക്കും പ്രവർത്തിയും കറക്റ്റ് ആയിരിക്കണം. നമ്മളൊരു ചില്ലുകൂട്ടിലാണ്, നമ്മളൊരു സമയം അപ്ലൈനോട് ഡൗൺലൈനാണ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുള്ള വിശ്വാസം നഷ്ടപ്പെടും. നമ്മളും നമ്മുടെ ടീമിനോട് പറയുമ്പോൾ അത് ഏറ്റെടുക്കാനും അത് നടത്താനുള്ള അവരുടെ ആത്മവിശ്വാസം കുറയുന്നുണ്ടാവും. അവരെ കൺഫ്യൂസ്ഡ് ആക്കും. അവർക്ക് അവരുടെ ടാർഗറ്റിലും അവരുടെ മാസവും അല്ലെങ്കിൽ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വാക്കും പ്രവർത്തിയും കറക്റ്റ് ആവുക. പഞ്ച്വാലിറ്റി, സമയം കീപ്പ് ചെയ്യുക. സമയത്തെ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഏത് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്. അതുകൊണ്ട് ഒരു മീറ്റിംഗിന്റെ സമയം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വരിക, അത് കറക്റ്റായിട്ട് വരിക, നമ്മുടെ ടീം ഉണ്ടോ എന്ന് കണക്ട് ചെയ്യുക. അതുപോലെ ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമുക്ക് നമ്മളെ പറ്റി ഒരു മതിപ്പ് ഉണ്ടാവണമെങ്കിൽ ഡ്രസ് കോഡ് വേണം. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ 3000 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയെ പ്രതിദാനം ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ അതിന് പറ്റിയ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മളിൽ ഒരുപാട് വിശ്വാസം മറ്റുള്ളവർക്ക് ഉണ്ടാവും, നമുക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ബി എ പ്രൊമോട്ടർ. നമ്മളൊരു പ്രൊമോട്ടർ ആയിരിക്കണം, അല്ലേ? എല്ലാ ഫംഗ്ഷൻസും പ്രൊമോട്ട് ചെയ്യണം, ഓഫേഴ്സ് പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ഇനി വരാൻ ഇപ്പോൾ 20-ാം തീയതി നമുക്ക് EDS വരുന്നു. വിന്നിൻ ടീമിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഒരു പ്രോഗ്രാമാണ്. വിവേക് ജെയിൻ എന്ന് പറയുന്ന ഒരു DUCD ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. വളരെ രസികനായിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, വളരെ രസകരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന, ഈ മേഖലയിൽ 20-22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിന്നിൻ ടീമിന്റെ ശരിക്കും പറയാൻ നെടും തൂണായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങളുടെ ടീം ഉണ്ടാവണം. മിനിമം 6 ലെഗിൽ ആൾ ഉണ്ടാവണം. നമ്മൾ ആരോഗ്യമാണോ നമ്മളൊരു വലിയൊരു മൂവ്മെന്റിലേക്ക് നമ്മൾ കോറായിട്ട് നിൽക്കുന്നവരേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഇതിനെയാണ് പ്രൊമോട്ടർ എന്ന് പറയാം. വീക്കിലെ CEOs ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമും എന്ത് കാര്യങ്ങളും നമ്മൾ അപ്ലൈനെയും എഡിഫൈ ചെയ്യുക, കമ്പനിയെ എഡിഫൈ ചെയ്യുക, എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുക. ബി എ റോൾ മോഡൽ. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മുടെ ബിസിനസിന്റെ റോൾ മോഡൽ നമ്മളാവാം. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ, ഈ പറഞ്ഞ 8 സ്റ്റെപ്പുകളും കറക്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തി, അല്ലെ? നല്ല ഒരു വ്യക്തമായിട്ട് സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തി, നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാവണം. നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. വ്യക്തമായിട്ട് പേഴ്സണൽ PV ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. വ്യക്തമായിട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ഡ്രീം ലിസ്റ്റ് ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന, ഡെയിലി പ്ലാൻ കാണിക്കുന്ന, ആക്ടിവിറ്റി ഉള്ള, സ്ട്രക്ചർ ഉള്ള, അല്ലെങ്കിൽ എല്ലാ മീറ്റിങ്ങിനും വരുന്ന, എല്ലാ ട്രെയിനിങ്ങിനും വരുന്ന, നല്ലൊരു അപ്ലൈനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന, ഇത് എല്ലാ കാര്യത്തിലും നമ്മൾ റോൾ മോഡലായിരുന്നു. കാരണം നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ. ഒരിക്കലും ഗൗതം ബാലി സാറിനെ കണ്ടിട്ട്, SP സാറിനെ കണ്ടിട്ട് ആരും ബിസിനസ്സിലേക്ക് വരാറില്ല. നമ്മളെ കണ്ടിട്ടാണ്. അപ്പൊ സോ റോൾ മോഡലാവും. ദെൻ ലാസ്റ്റ് പോയിന്റ്, ലേണബിൾ, ടീച്ചബിൾ, ഡ്യൂപ്ലിക്കേറ്റബിൾ. നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തി, എപ്പോഴും പഠിക്കുന്ന ഒരു മനോഭാവം, അതുപോലെ പഠിപ്പിക്കാനും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും, അതാണല്ലോ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏറ്റവും വലിയ പ്രത്യേക ലേണബിൾ, ടീച്ചബിൾ, ഡ്യൂപ്ലിക്കേറ്റബിൾ. ലേൺ, ഡു, ടീച്ച് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മളെപ്പോഴും പഠിക്കാൻ തയ്യാറാവണം. എത്രമാത്രം പഠിക്കാൻ പറ്റുന്നു അത്രമാത്രം വളരാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ ബിസിനസ്. എനിക്ക് എല്ലാം അറിയാം എന്നൊരു ഒരു മാനസിക രോഗം കൊണ്ട് നടക്കരുത്. ഞാൻ എത്ര പ്രാവശ്യം കേട്ടതാണ്, ഈ CEO എത്ര പ്രാവശ്യം കേട്ടതാണ്, എത്ര പ്രാവശ്യം ഞാൻ 10 കോർ സ്റ്റെപ്പ് കേട്ടതാണ്. അത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നില്ല? ഇത് ചെയ്യാനുള്ളതാണ്. ആദ്യം നമ്മൾ പഠിക്കണം. ദെൻ ഡു ചെയ്യണം. അതിനുശേഷം പഠിപ്പിക്കണം. ഇത് പഠിപ്പിക്കും ചെയ്യത്തില്ല. ഇത് 3ഉം കൂടിയാലേ നമുക്ക് ഈ ബിസിനസ് നടക്കത്തുള്ളൂ. ആദ്യം നമ്മൾ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ചെയ്യണം, അത് പഠിപ്പിക്കണം. പിന്നെ ഇതിന്റെ 3 ശരിക്കും പറഞ്ഞ 3 കാൽ എന്ന് പറഞ്ഞാൽ നോളജ്, ആക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ ഇതിനകത്ത് നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്യുന്ന ആളുടെ ഒരു കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ നോളജ്, ആക്ഷൻ. നോളജ് വേണം എല്ലാ മേഖലയും. സിസ്റ്റത്തെ പറ്റി നോളജ് വേണം, പ്രൊഡക്റ്റിനെ പറ്റി നോളജ് വേണം, ഇൻഡസ്ട്രിയെ പറ്റി നോളജ് വേണം. നമ്മൾ നോളജ് പേഴ്സൺ ആവണം. പക്ഷെ നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആക്ഷൻ വേണം. അതിന് ആനുപാതികമായി ഈ 10 കോർ സ്റ്റെപ്പ് പഠിച്ചിട്ട് കാര്യമില്ല, അത് ചെയ്യണം, ചെയ്യിപ്പിക്കണം, പഠിപ്പിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ. നല്ല നോളജ് ഉണ്ട്, നല്ല പണിയുണ്ട്, പക്ഷെ നമ്മുടെ അപ്ലൈനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പോ ഒരു മോണിറ്ററിംഗോ ഒന്നുമില്ല. ഡൗൺലൈനായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഒരു കാര്യം നടക്കില്ല. ഇത് 3ഉം കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്.
ഇംപ്രൂവ് ലീഡർഷിപ്പ് സ്കിൽ. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ സ്കിൽ എന്താണെന്നറിയും? ലീഡർഷിപ്പ് സ്കില്ലാണ്. അത് പഠിച്ചെടുത്താൽ മതി. ഇത് എത്രമാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്നു അത്രമാത്രം ലീഡർഷിപ്പ് ആവും, വലിയ ഓർഗനൈസേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ബി എ പ്രസന്റർ. ഞാൻ ആദ്യം പറഞ്ഞു ഷോ ദ പ്ലാൻ. നമ്മുടെ മുമ്പിൽ വന്ന ഒരു വ്യക്തിയോട് വളരെ മനോഹരമായിട്ട് ഈ പ്ലാൻ പറയാൻ പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. പ്രസന്റർ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പ്രസന്റർ ആവാൻ വേണ്ടി ട്യൂഷന് പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സിഇഒ അറ്റൻഡ് ചെയ്താൽ മതി. ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ നമുക്ക് സിഇഒ ഉണ്ട്. ഈ സിഇഒ വരുമ്പോൾ നമ്മൾ എഴുതിയെടുക്കുക. അത് വീട്ടിൽ പോയി നമ്മൾ കണ്ണാടിയിൽ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ചെറിയ മീറ്റിംഗ് പ്ലാൻ ചെയ്യുക. ആദ്യമൊക്കെ നമ്മൾ തന്നെ നമുക്ക് പ്ലാൻ എടുത്ത് പഠിക്കുക. 1 2 നമ്മൾ അപ്ലൈ എടുത്താൽ 3 നമ്മൾ പഠിക്കുക. കാരണം അപ്ലൈൻ കൂടെ ഉണ്ടല്ലോ, അവർ ക്ലിയർ ചെയ്തോളും. ഒരു പ്രസന്റർ ആവുക. ക്രിയേറ്റ് പ്രസന്റേഴ്സ് ഇൻ യൂസിങ് സിസ്റ്റം. നമ്മുടെ ടീമിൽ എത്ര പ്രസന്റേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്ര വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ലെഗിൽ നമുക്ക് മിനിമം ഒരു 5 6 പ്രസന്റേഴ്സ് ഉണ്ടെങ്കിലേ അതൊരു പവർഫുൾ ഒരു ലെഗായിട്ട് മാറത്തുള്ളൂ. നമ്മൾ മാറിയാലും ഓളിയും വരും, നമ്മൾ മാറിയാലും ആൾക്കാർ മീറ്റിംഗിലേക്ക് വരും, ഓട്ടോമാറ്റിക് ആയിട്ട് ജോയിനിങ് വരും, നമ്മുടെ വലിയ വലിയ സെമിനാർസിലെ ആൾക്കാർ വരും. അതിന് ഒരു നമ്മൾ അറിയാണ്ട് മൂവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറും. അതുകൊണ്ട് പ്രസന്റർ ആവുക, പ്രസന്റേഷനെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ സിസ്റ്റം ഇസ് ദ ഷോർട്ട് കട്ട് ടു സക്സസ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇതിന്റെ വിജയിക്കാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റമാണ്. ഇത് പഠിക്കാനും ചെയ്യാനും പഠിപ്പിക്കാനും. ഇത് നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു ഹാബിറ്റ് ആക്കി മാറ്റുന്നുണ്ടോ? നിങ്ങൾ ടീമിൽ ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട്? അതായിരിക്കും നമ്മുടെ ടീമിന്റെ സൈസ്, നമ്മുടെ ചെക്കിന്റെ സൈസ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 10 ഗോ സ്റ്റെപ്പ്. ഇത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങൾക്ക് മനോഹരമായ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇത് ഇഷ്ടപ്പെട്ട് വളരെ പാഷനായിട്ട് എണ്ണത്തിൽ കൂടുതൽ ചെയ്യുകയും നമ്മുടെ താഴെ നമ്മളെക്കായും കഴിവുള്ള ഇത് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എണ്ണം ചെയ്യുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്താൽ നമുക്കൊരു ഹ്യൂജ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് ഉണ്ടാവും. ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഞാൻ നല്ലൊരു മാസം ആശംസിക്കുന്നു. ഇന്ന് 10ാം തീയതി 20 ദിവസം കൂടി ഒരു മിറാക്കിൾസ് ആയി മാറ്റം ഉണ്ടാക്കി എടുക്കണം. നിങ്ങളുടെ അപ്ലൈൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുക, ഫാസ്റ്റ് ആവുക. വി വിൽ സീ ദ ടോപ്പ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. ഈ ചെറിയ ടൈമിനുള്ളിൽ വളരെ ഭംഗിയായിട്ട് സാർ ഈ ഒരു സെഷൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. സാറിനുള്ള നന്ദി നമുക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഇത് കേട്ടത് കൊണ്ട് മാത്രം നമ്മുടെ ബിസിനസ് അത് അടുത്ത ലെവലിലോട്ട് പോകണമെന്നില്ല. നമ്മൾ ഈ ഒരു 10 കോർ സ്റ്റെപ്പ് അതുപോലെ തന്നെ പാലിക്കുകയാണെങ്കിൽ, സാറ് പറഞ്ഞതുപോലെ വളരെ ഓരോ ദിവസവും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് പാലിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട സ്വപ്നം മൊത്തം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു അവസരം എനിക്ക് തന്ന വിന്നിംഗ് ടീം ബ്ലസ്സിനോടും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു സർ.